എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ആയിട്ടാണ് ഒരു ഗസ്റ്റ് സെക്കൻഡ് ടൈം വരുന്നത്. ആഹാ. ഇപ്പോൾ കുറെ ഇവിടെ എപ്പിസോഡ് ചെയ്തില്ല അതിന് ശേഷം. കുറേ എപ്പിസോഡ് മീൻസ് ഇല്ല. ഐ മീൻ ഞാൻ ഉദ്ദേശിച്ച അത്ര എൻ്റെ ഒരു തുടങ്ങുമ്പോൾ ഉള്ള ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ പെർ വീക്ക് എപ്പിസോഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് മാറിയിട്ട് 2 മന്തിൽ 1 മന്തിൽ 2 എപ്പിസോഡ് എന്നുള്ളതിലേക്ക് എത്തി. ഇപ്പോൾ ആ അതെ. മെയിനായിട്ടുള്ളൊരു ബ്ലോക്കർ എന്താണെന്ന് വെച്ചാൽ നാട്ടിലില്ലാത്തത് കൊണ്ട് ഇപ്പോൾ മലയാളത്തിൽ ചെയ്യണം എന്നാണ്. അപ്പോൾ മലയാളത്തിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉം. നാട്ടിലുണ്ടാകുമ്പോൾ ഒന്നും കൂടി ആക്സസിബിലിറ്റി ഉണ്ട്. പിന്നെ അതെ. ഇംഗ്ലീഷിൽ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ അതെ. പോലെ ഒരു ഹോബീൻ്റെ പുറത്ത് ഇങ്ങനെ ചെയ്തു പോവാണ്, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമായിട്ട്. ഈ ഹോബി മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ഒരു ഹെക്ടിക് ജോലി പോലെ ആവുകയും ചെയ്യും. അതെ അതെ അതെ, എപ്പോഴും ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം, എഡിറ്റ് ചെയ്യണം, അതാക്കണം. അത് വിൽ ബിക്കം ലൈക്ക് അനദർ ജോബ്. എക്സാക്ട്ലി എക്സാക്ട്ലി. അപ്പോൾ അത് ആ ഒരു പോയിന്റിലേക്ക് എത്താതൊക്കെ ഞാൻ ശ്രമിക്കും. ഈ ആ പറഞ്ഞ പോലെ ഒരു പ്രഷറൊക്കെ വന്ന്, അങ്ങനെ പ്രഷറായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും ആ ഒരു വരുന്ന ടൈമിൽ ടൈം കൺസ്യൂമിങ് ആണല്ലോ. അപ്പോൾ അതെ സുദീപിന് അതെ അറിയുന്നതായിരിക്കുമല്ലോ, സുദീപ് അതെ ചെയ്യുന്ന പരിപാടിയല്ലേ. പക്ഷേ അങ്ങനെ ഒരു ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. Yeah. ഒരു സ്ലോ സ്റ്റഡി ഗ്രോത്ത്. അതെ. ഓക്കെ ഓക്കെ. ഇപ്പം ഞാൻ ഈ അടുത്തായിട്ട് അതാണ് ഞാൻ വീണ്ടും കോണ്ടാക്ട് ചെയ്തത്. കണ്ടന്റ് ചെയ്യുന്ന ഈ വർക്ക് റൈറ്റ്സ് നമ്മൾ എനിക്ക് തോന്നുന്നു മുമ്പ് സംസാരിച്ചപ്പോഴും ചെറുതായിട്ട് ചിലപ്പോൾ അത് ടച്ച് ഡൗൺ ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ അവിടുന്ന് അതിനെ പറ്റിയിട്ട് സംസാരിച്ച് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ള ഒരു റൈറ്റ് ടു റൈറ്റ് ടു ഡിസ്കണക്ട് കണ്ട് എന്താന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഒന്ന് ഓഡിയൻസിന് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാലോ നമുക്ക്? റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം അതൊന്ന് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ആദ്യം ഞാൻ പറയാം. അതായത് ഇപ്പൊ നമ്മൾ പണ്ടൊരു ജോലി ചെയ്യുകയാണെങ്കിൽ, പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മേ ബി ഇത്രയധികം ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ആവുന്നതിന് മുമ്പേ നിങ്ങൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ജോലി സ്ഥലമുണ്ട്. അതായത് നിങ്ങളുടെ ഒരു വർക്ക് സ്പേസ് എന്ന് പറഞ്ഞ ഒരു ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട്. നിങ്ങൾ ആ ഓഫീസിൽ പോകുന്നു. മാത്രമല്ല നിങ്ങളുടെ ടൈമും റെസ്ട്രിക്റ്റഡ് ആണ്. നിങ്ങളിപ്പോൾ 9 to 5 ജോലി ചെയ്യുന്നു, അല്ലെ 10 to 5 ജോലി ചെയ്യുന്നു. നിങ്ങളുടെ ടൈം റെസ്ട്രിക്റ്റഡ് ആണ്. നിങ്ങളെ ജിയോഗ്രഫിക്കൽ സ്പേസും വെൽ ഡിഫൈൻഡ് ആണ്. പക്ഷെ ഇന്ന് ഇൻക്രീസിംഗ്ലി നമ്മൾ കാണുന്ന ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മൾ ജോലി സ്ഥലത്ത് പോകുന്നുണ്ടാവാം. നമുക്കൊരു ആദ്യമേ തീരുമാനിച്ച ഒരു സമയം ഉണ്ടാവാം, 9 to 5 അതുപോലുള്ള സമയങ്ങളൊക്കെ ഉണ്ടാവാം. എന്നാൽ പോലും വി ആർ ഓൾവേസ് കണക്റ്റഡ് ടു ദ വർക്ക് സ്പേസ്. ഉദാഹരണത്തിന് ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞാൽ, ഞാനിപ്പോ ഒരു കോളേജിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യാണ്. ഓക്കെ. ഇപ്പൊ എന്റെ ഒരു കഴിഞ്ഞ തലമുറയിലുള്ള ഒരു ടീച്ചറെ സംബന്ധിച്ച്, അയാള് ഓഫീസിൽ പോകുന്നു, ജോലി ചെയ്യുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു. തിരിച്ച് വീട്ടിൽ വരുന്ന സമയം മുതൽ, അല്ലെങ്കിൽ ഓഫീസിന്റെ ആ ഡോറ് എക്സിറ്റ് ചെയ്യുന്ന സമയം മുതൽ അയാൾ പൂർണ്ണമായിട്ടും ജോലിയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആണ് ഏറെക്കുറെ. ഓക്കെ. അതിപ്പോ പേപ്പർ അതെ നോക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. എന്നാൽ പോലും അയാൾ അത്രമാത്രം കണക്റ്റഡ് അല്ല ജോലിയായിട്ട്. പിന്നെ നമ്മൾ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഫോൺ വന്നു. എന്നാൽ ഫോണിലും നമുക്ക് കണക്റ്റഡ് ആവുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് ഫോൺ അതെ അതെ ചെയ്തിട്ട് അതെ. പിന്നെ ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ പറയാന്നുള്ളതല്ലാതെ അതിലും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വാട്സപ്പ് ഉണ്ട്, സൂം ഉണ്ട്, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ടീംസ് ഉണ്ട്, മെയിലുകളുണ്ട്. അങ്ങനെ ഇപ്പം പെട്ടെന്ന് എനിക്കൊരു വീഡിയോ കോൾ വരാം, അല്ലെങ്കിൽ അതെ. ഒരു ഇമെയിൽ സന്ദേശം വരാം, ആ നമുക്ക് ഇന്നത് ചെയ്യണം ഇതാക്കണം എന്ന്. അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു കുട്ടി വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, എനിക്ക് ഈ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം നമുക്ക് ഇന്ന് ജോലി സ്ഥലമായിട്ട് അല്ലെങ്കിൽ നമ്മളെ ജോലിയായിട്ട് സത്യത്തിൽ ഒരു എക്സിറ്റ് ഇല്ല. യാ. ഓക്കെ. അപ്പോൾ റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന് പറയുന്നത് ഇപ്പം പല രാജ്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്, നിങ്ങൾക്ക് ഒരു റൈറ്റ് ഉണ്ടാവണം. അതായത് നിങ്ങളുടെ ബോസോ മാനേജറോ ആരെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യണം, നിങ്ങളെ ക്ലയൻസോ ആരായാലും നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോ പറയാനുള്ള ഒരു റൈറ്റ് ഉണ്ടാവണം. നോ പറയാനുള്ള റൈറ്റ് മാത്രമല്ല, നിങ്ങൾ നോ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു അഡ്വേഴ്സറിയൽ ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യരുത്. അതിപ്പോ ഞാൻ നോ പറഞ്ഞാൽ അതെ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒരു ഷോക്കോസ് തന്നിട്ട് എന്തുകൊണ്ട് നോ പറഞ്ഞു എന്ന് ചോദിക്കുക, അങ്ങനത്തെ ഒരു ഇഫക്റ്റ് ഉണ്ടാവാതെ എനിക്ക് ധൈര്യമായിട്ട് നോ പറയാനുള്ള ഒരു അവകാശം ഉണ്ടാവും. അതെ. അല്ലെങ്കിൽ ആ പ്രൊമോഷനൊക്കെ വരുമ്പം ആ നോ പറഞ്ഞ ആ ആളാണെന്ന് പറഞ്ഞിട്ട് തഴിയാ. അതെ. അങ്ങനെ ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടാവാതെ എനിക്ക് നോ പറയാനുള്ള ഒരു അവകാശം ഉണ്ടാവണം എന്നുള്ളതാണ് റൈറ്റ് ടു ഡിസ്കണക്ട് പറയുന്നത്. അപ്പൊ ഇതിപ്പം ഇന്നൊരു റൈറ്റ് ആയിട്ട് പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്. ഇന്ത്യയിൽ നമുക്ക് നിലവിൽ ഇങ്ങനത്തെ ഒരു അവകാശം ഇല്ല. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കണം. കാരണം ഇന്ന് നമ്മുടെ, ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ IT സെക്ടറിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ട്.
അവിടെ അതെ 8 മണിക്കൂർ ജോലി സമയം എന്നൊന്നും പറയുന്നൊരു സംഗതി എവിടെയില്ല. ആളുകൾ 10, 12, 14 മണിക്കൂറൊക്കെയാണ് ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കൺമുന്നിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ അതെ അതെ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, അതായത് ഈ വളരെ വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾ മാത്രമേ തൊഴിലെടുത്ത് ചൂഷണം ചെയ്യപ്പെടുന്നുള്ളൂ എന്ന്. അതായത് ഇപ്പൊ ഒരു ഫാക്ടറിയിൽ പോകുന്ന ആളോ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോകുന്ന, ഓഫ് കോഴ്സ് അവർ തീർച്ചയായും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ മാറ്റേണ്ട ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സോക്കോൾഡ് വൈറ്റ് കോളർ ജോലികളിലും ആളുകൾ വലിയ രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അതെ പ്രത്യേകിച്ച് ഈ ഐ ടി സർവീസ് ജോബിലാണ് തോന്നുന്നത് എനിക്ക് ഇത് കൂടുതലായിട്ടുള്ളത്. കാരണം അതെ. എനിക്കിതിൻ്റെ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഞാനിപ്പോൾ എൻ്റെ ഇവിടെ വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റ് ഞാൻ ഈ ഐ ടി സർവീസ് ബന്ധമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രൊജക്റ്റിൽ നമുക്ക് 3 ടീമാണ് വരുന്നത്, സിസ്റ്റർ ടീംസ് മാതിരിയുള്ളത്. ഒന്ന് സ്വിറ്റ്സർലാൻഡിലാണ് സ്യൂറിക്ക്, ഒന്ന് പിന്നെ ഞാനിപ്പോൾ ഉള്ള ക്രാക്കോ പോളണ്ട്, പിന്നെ ഒന്ന് ഹൈദരാബാദാണ് വരുന്നത്. അപ്പോൾ ഇതിൽ എന്താ പറയുക, ഹൈദരാബാദിൻ്റെ ഒരു മോഡസ് ഒപ്രാൻഡി എന്നൊക്കെ പറയാമല്ലോ, വർക്ക് ചെയ്യുന്ന രീതി തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇമെയിൽ അയക്കുന്നതിൽ അവർ പേഴ്സണൽ ഫോൺ നമ്പർ വെക്കും. ഇവിടെ അങ്ങനെ ഉം. ഫോൺ നമ്പർ വെക്കുന്ന പരിപാടിയേ ഇല്ല. ഫോണായിട്ട് നമ്മുടെ പേഴ്സണൽ ഇതായിട്ട് ഒരു ബന്ധവുമില്ല അവിടെ. അപ്പോൾ ആ ഫോൺ നമ്പർ വെക്കുന്നതിലൂടെ ഇപ്പം സുദീപ് പറഞ്ഞ പോലെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു റൈറ്റ് ടു ഡിസ്കണക്ട് എന്നുള്ള കാര്യം ഇല്ലാണ്ടാവാണ്. ഫോൺ നമ്പർ വെക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. ഇമെയിലിൽ കൂടാണ് എല്ലാ കമ്മ്യൂണിക്കേഷനും നടക്കുന്നത്. അപ്പോൾ അല്ല, ഇതില് അതവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഗ്ലോബലി തന്നെ ഏറ്റവും ബാഡ് റെപ്യൂട്ടേഷൻ ഈ ഒരു കാര്യത്തില് ഉള്ളത് ഇന്ത്യൻ മാനേജേഴ്സിനാണ്. അതെ അതെ ആണ്. അതായത് പൊതുവെ നമ്മുടെ ഒരു വർക്ക് കൾച്ചറിന്റെ ഒരു പ്രശ്നം കൂടിയാണ്. നമുക്ക് അങ്ങനെ ഒരു പേഴ്സണൽ ടൈം, അതിനെ റെസ്പെക്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളെ ഒരു കൾച്ചറൽ സൈക്കിൾ തന്നെ ഇല്ല. അതെ അപ്പം അതെ പലപ്പോഴും സംഭവിക്കുന്നത് ഇവിടെയുള്ള മാനേജേഴ്സ് ഓൺ സൈറ്റിലും മറ്റുമൊക്കെ ആയിട്ട് പുറം രാജ്യങ്ങളിൽ പോകുമ്പോൾ അവർ ഇതേ കൾച്ചർ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കും. അതെ ഇതാ ഇവിടെ സ്വാഭാവികമായിട്ടും ഉണ്ട്, ഇവിടെ ആ ഉണ്ട് അത്. സ്വാഭാവികമായിട്ടും അവിടെ ശീലിച്ച ആളുകൾക്ക് അവിടുത്തെ ഒരു കൾച്ചറോ അവിടുത്തെ ഒരു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വർക്ക് റൈറ്റ്സും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ അവിടെ അത് കോൺഫ്ലിക്റ്റിലേക്ക് പോകും. അപ്പൊ നമുക്കിത് ലീഗൽ ചേഞ്ച് മാത്രം പോരാ, നമുക്കൊരു ടോട്ടൽ കൾച്ചറൽ ചേഞ്ചും കൂടി വർക്ക് സ്പേസിൽ വരണം, നമ്മളെ അതെ വൈറ്റ് കോളർ വർക്ക് സ്പേസുകളിൽ വരണം. അതെ അതേപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ, ഈ നൈറ്റ് ഷിഫ്റ്റിൻ്റെ ഒരു കാര്യം ഇപ്പോൾ WHO തന്നെ പറഞ്ഞ കാര്യമാണ്. ലോങ് ടേം നൈറ്റ് ഷിഫ്റ്റ് ജോബ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽത്തിന്, ലൈഫ് സ്പാനിന് തന്നെ പ്രോബ്ലം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹൈദരാബാദിലുള്ള ടീമിന് നൈറ്റ് ഷിഫ്റ്റ്സ് ഉണ്ട്. 6 മാസം മോർണിംഗ് ഷിഫ്റ്റ്, 6 മാസം നൈറ്റ് ഷിഫ്റ്റ് പറഞ്ഞിട്ടാണ് മാറുക. അപ്പോൾ ഇവിടെ എൻ്റെ കോവർക്കേഴ്സൊക്കെ ചോദിക്കുകയാണ്. അപ്പം എൻ്റെ ടീമിൽ ഞാൻ മാത്രമേ ഇന്ത്യൻ ആയിട്ടുള്ളൂ, എൻ്റെ ഫ്ലോറിൽ തന്നെ കുറച്ച് ആൾക്കാരുള്ളൂ. അപ്പം എന്നോട് ചോദിച്ചു, ഇവർ നൈറ്റ് ഷിഫ്റ്റിലുള്ള ആളുകൾക്ക് കുട്ടികളുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറഞ്ഞു. എന്ത് ചെയ്യാനാണ്, ഒന്നും ചെയ്യാനില്ല. അവർ കാരണം ഒന്നാമത് നമുക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പോപ്പുലേഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഒരാളെ അങ്ങനെ ഒബ്ജക്റ്റ് ചെയ്താൽ, അയാളെ ഫയർ ചെയ്താൽ അയാളെ റീപ്ലേസ് ചെയ്യാൻ ഒരു 10 ആൾക്കാർ അപ്പം ബാക്കിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കുള്ള പ്രശ്നം. ഞാൻ അതിനെ പോപ്പുലേഷന്റെ പ്രശ്നമായിട്ടല്ല കാണുന്നത്. പോപ്പുലേഷൻ കൂടുന്നത് കൊണ്ട് ഇങ്ങനെ പ്രശ്നം എന്തായാലും ഉണ്ടാവണം എന്നുള്ളൊരു കൺക്ലൂഷനിൽ എത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഓക്കെ. പോപ്പുലേഷൻ അല്ല റിയൽ പ്രോബ്ലം. ആ പോപ്പുലേഷന് വേണ്ടത്ര ജോലികൾ, അതും നല്ല ജോലികൾ പ്രൊവൈഡ് ചെയ്യാൻ നമ്മളെ സിസ്റ്റത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ശരിയാണ്. അല്ലെങ്കിലുള്ള പ്രശ്നം എപ്പോഴും നമ്മൾ പോപ്പുലേഷൻ വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഈ പ്രശ്നം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റം രക്ഷപ്പെട്ടു. അതെ അത് ശരിയാണ്. ഇതേ ആ ഒരു ശരിയാണ്, ഒരു ലേസി കൺക്ലൂഷൻ ആണത്. ഇതേപോലെ വലിയ പോപ്പുലേഷനുള്ള രാജ്യങ്ങൾ ഉണ്ടല്ലോ വേറെയും, ചൈനയൊക്കെ പോലുള്ള. അതെ അവരെ ചൈനയിൽ എക്സ്പ്ലോയിറ്റേഷൻസ് ഉണ്ട്, പക്ഷെ അത് വേറെ എക്സ്പ്ലോയിറ്റേഷൻ ഇല്ല രീതിയിലുള്ള എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഏതൊരു സ്റ്റാൻഡേർഡ് എടുത്തു നോക്കിയാലും ഫാർ അഹെഡ്. അതെ അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് പോപ്പുലേഷനെ ബ്ലെയിം ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇത് പോപ്പുലേഷൻ ഇഷ്യൂ അല്ല. ഏ, പറഞ്ഞതില് മറുവശം വളരെ കറക്റ്റ് ആണ്. കാരണം എപ്പോഴും ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തില് 1% ആൾക്കാർ എപ്പോഴും അത് അൺഎംപ്ലോയിഡ് ആയിട്ട് കീപ്പ് ചെയ്യും. ഉം. അത് അതിന്റെ വർക്കിങ്ങിന് വളരെ വളരെ അത്യന്താപേക്ഷികമായിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും ഒരു സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ അൺഎംപ്ലോയിഡ് ആയിരിക്കും. രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഈ അൺഎംപ്ലോയിഡ് സെക്ഷൻ അല്ലെ അൺഎംപ്ലോയിഡ് ആർമി എന്നൊക്കെ പറയുന്ന സംഗതി ചെയ്യുന്നത്. ഒന്ന്, എളുപ്പത്തിൽ നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇഫ് യു ആർ എ ഉം. വർക്കർ, യു ക്യാൻ ബി ഈസിലി റീപ്ലേസ്ഡ് വിത്ത് അനദർ പേഴ്സൺ. ഓക്കെ. സെക്കൻഡ്ലി, എക്സിസ്റ്റിംഗ് വർക്കേഴ്സിനെ എപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റും.
അതായത് ഇന്ന് ഞാൻ ഒരു പക്ഷേ എൻ്റെ ജോലി സ്ഥലത്ത് ഒരു ബെറ്റർ സാധനം ഡിമാൻഡ് ചെയ്യാൻ പോവാത്തതിന്റെ കാരണം എനിക്കറിയാം ജോലികൾ ഇവിടെ കുറവാണ്, എന്നെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ ഒരുത്തൻ അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന്. അതെ അതെ. അതായത് എനിക്കിപ്പോൾ 1000 രൂപയാണ് മാസം കിട്ടുന്നതെങ്കിൽ അവനെ സംബന്ധിച്ച് പൂജ്യമാണ് കിട്ടുന്നത്. അപ്പൊ അവൻ ചിലപ്പോൾ 500 രൂപയ്ക്ക് റെഡി ആയിരിക്കും, കാരണം അവനെ സംബന്ധിച്ച് 0-ന്ന് 500-ലേക്ക് വരിക എന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ്. അതെ എക്സാക്ട്ലി. പക്ഷേ അപ്പൊ ഞാൻ 1100 ചോദിക്കുകയാണെങ്കിൽ അപ്പൊ എന്റെ എംപ്ലോയർ വിചാരിക്കും, ആ ഞാൻ 0-ൽ കിടക്കുന്നതിന് ഞാൻ 500 കൊടുത്തെടുത്താൽ നിന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള. ഞാൻ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് പറയാണ്, എന്നാൽ പോലും കാര്യം മനസ്സിലാവാൻ വേണ്ടി. അപ്പൊ ഈ അൺഎംപ്ലോയിഡ് ആർമി എപ്പോഴും സിസ്റ്റത്തിന് വളരെ വേണ്ട ഒരു കാര്യമാണ്, എപ്പോഴും നമ്മളെപ്പോഴും ചെക്കിൽ വെക്കാൻ വേണ്ടി. ഓക്കെ. അപ്പോൾ ഒരു ക്യാപിറ്റലിസത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണത്. അതിന്റെ ഒരു ഇൻഹെറന്റ് ഫീച്ചറാണ് ആ അൺഎംപ്ലോയിഡ് ആർമി. ഓക്കെ ഓക്കെ. ഇതേപോലെ തന്നെ എന്താ പറയുക, ഇപ്പോൾ അതൊരു ഇഷ്യൂ ആണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ റൂട്ട് കോസ് എന്താണ്? ഇപ്പം ഞാൻ ആലോചിക്കാറുണ്ട് ഇവരെ നാട്ടിലുള്ളൊരു അല്ലെങ്കിൽ ഇന്ത്യൻ IT ഫോഴ്സിൻ്റെ, കാരണം സയൻസിലും എഞ്ചിനീയറിങ്ങിലും ഒക്കെ ഭയങ്കര ഇന്ത്യൻസാണ് ലീഡ് ചെയ്യുന്നത് പല മേഖലയിലും. പക്ഷേ ഈ ലീഡ് ചെയ്യുന്ന ഇന്ത്യൻസൊക്കെ പിന്നെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് ഓഫ് കോഴ്സ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, ബെറ്റർ പേയ്മെൻറ്റ് ഒക്കെയാണ്. പക്ഷേ ഈ ഇന്ത്യയിലുള്ള പിന്നെ ഇപ്പോൾ ബാംഗ്ലൂർ, ഹൈദരാബാദ് ഒക്കെയുള്ള അല്ലെങ്കിൽ ഗുർഗാവൻ ഇവിടെയൊക്കെയുള്ള ഈ IT സർവീസസ് ഭയങ്കര വേറൊരു രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു തിങ്കിങ് കേപ്പബിലിറ്റി കുറയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വർക്ക് ഫ്ലോ സ്ട്രക്ചർ ചെയ്യുന്ന രീതിയുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ എൻ്റെ പ്രൊജക്റ്റ്, ഇപ്പോൾ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണല്ലോ പറയാൻ പറ്റുക. അപ്പോൾ എൻ്റെ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഈ രണ്ട് യൂറോപ്യൻ സിറ്റീസിലുള്ള ആളുകൾക്ക് നമുക്ക് ഈ ടാർഗറ്റ് ബേസ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ ഉള്ള പ്രശ്നം അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് തിങ്ക് ചെയ്യാനുള്ള ആ പ്രൊജക്റ്റിനെ തിങ്ക് ചെയ്തിട്ട് ഇപ്പോൾ എങ്ങനെയാണത് പറയുക, നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ടൈം എടുക്കുക. ആ ടൈം എടുത്ത് ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു ജോബ് കൃത്യമായിട്ട് ചെയ്താൽ മതി എന്നേ ഉള്ളൂ. പക്ഷേ ഇന്ത്യൻ IT ടീമിലേക്ക് വരുമ്പം അവർക്ക് ഇന്നൊരു ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത് എൻ്റെ പ്രൊജക്റ്റിൽ തന്നെ ആ ടാർഗറ്റിൽ അവരെന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുന്ന, ജോബിൽ മിസ്റ്റേക്ക് പറ്റിയാൽ അത് അവരെ റെമ്യൂണറേഷനെ വരെ ബാധിക്കുന്നുണ്ട് ഡയറക്റ്റ്ലി. ആ ഒരു മിസ്റ്റേക്ക് പോലും ഇപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ പറഞ്ഞാൽ അടിയാവും. ഇവിടെ എപ്പോൾ അടി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി മാനേജർക്ക്. അങ്ങനത്തെ സിസ്റ്റമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഈ റൈറ്റ് ടു, ഞാൻ സുദീപിൻ്റെ ആർട്ടിക്കിൾ വായിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത് പോളണ്ടിൽ അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ പോളണ്ടിൽ അങ്ങനെ സംഭവം ഇല്ല, റൈറ്റ് ടു പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം എവിടെയും വരുന്നുമില്ല. ലൈക്ക് ഇൻ ജനറൽ അതൊരു എന്താ പറയുക, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അത് വേണം. അതിനെപ്പറ്റി ആരും ഇവിടെ ഒരു സംസാര വിഷയമല്ല. അതെ, റൈറ്റ് ടു ഡിസ്കണക്ട് കമ്പാരിറ്റീവ്ലി വളരെ ന്യൂ ആയിട്ടുള്ള ഒരു ഡിമാൻഡാണ്. അതായത് ഇപ്പം ആദ്യത്തെ റൈറ്റ് ടു ഡിസ്കണക്ട് ആക്ടുകൾ തന്നെ വരുന്നത് 2016-17 ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പം കോവിഡിന് ശേഷമാണ് പിന്നെയും ഇപ്പോൾ ഓസ്ട്രേലിയ അതുപോലുള്ള രാജ്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ പാസ്സാക്കുന്നത്. വർക്ക് ഫ്രം ഹോമിന്റെ ഒക്കെ ഒരു വർക്ക് ഫ്രം ഹോമിന്റെ മാസീവ് ആയിട്ടുള്ള വർക്ക് ഫ്രം ഹോമിലേക്ക് ആളുകൾ ഷിഫ്റ്റ് ആവുകയും മാത്രമല്ല പല ജോലികളും പെർമനന്റ്ലി തന്നെ വർക്ക് ഫ്രം ഹോം ആയിട്ട് ഈവൻ പോസ്റ്റ് കോവിഡും തുടരുന്നൊക്കെ അവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോഴാണ് ഇത്തരം ഒരു ലീഗൽ സിസ്റ്റത്തിലേക്ക് ആളുകൾ ഷിഫ്റ്റ് ആവുന്നത്. അതേപോലെ ആനുവൽ ലീവ്സ് ആയിട്ട് ഇപ്പം സുദീപിൻ്റെത് എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷൻ സെക്ടറാണ്. അപ്പോൾ ഇറ്റ് മൈറ്റ് ബി ഡിഫറെൻറ്റ്. ഇപ്പോൾ IT സെക്ടറിൽ ആനുവൽ ലീവ്സ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ലോസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് നമ്മൾ ഇത് തുടങ്ങേണ്ടത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എത്ര ആൾക്കാർക്ക് ഒരു ലേബർ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ള ഒരു ചോദ്യം നമ്മൾ ആദ്യം ചോദിക്കണം. സപ്പോസ് നമ്മളൊരു 100 ഇന്ത്യക്കാരെടുക്കുക. ഓക്കെ, ഈ 100 ഇന്ത്യക്കാരെടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 90-95 ഇന്ത്യക്കാരും ജോലി ചെയ്യുന്നത് അൺഓർഗനൈസ്ഡ് എന്ന് പറയുന്ന ഒരു സെക്ടറിലായിരിക്കും. അതായത് അൺഓർഗനൈസ്ഡ് പൊതുവെ എന്ന് പറഞ്ഞാൽ 10 ആളുകളിലും കുറവ് ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ. അത് എല്ലാ ഇൻഡസ്ട്രീസും ആണോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇൻഡസ്ട്രീസ്, കട്ടിംഗ് അക്രോസ് ഇൻഡസ്ട്രീസ്, അഗ്രികൾച്ചർ, എല്ലാത്തിലും. ഓക്കെ ഓക്കെ, ഈ 10 എന്ന് പറഞ്ഞ നമ്പറിന് വളരെ പ്രാധാന്യമുണ്ട്, ഒന്ന് ഓർത്ത് വെക്കണം. ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, 10 ആളുകളിൽ കുറവ് ജോലി ചെയ്യുന്ന ജോലി സ്ഥലങ്ങളിൽ, ഇതിപ്പോൾ നിങ്ങളൊരു ചെറിയ വർക്ക്ഷോപ്പ് ആലോചിക്കുക, അല്ലെങ്കിൽ ചെറിയൊരു ഹോട്ടൽ ആലോചിക്കുക, ഇവിടെയൊക്കെ 10ൽ കുറവ് ആളുകളെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ സ്വന്തമായിട്ട് എനിക്കൊരു ചെറിയ കൃഷിയിടുണ്ട്, അവിടെ ഞാൻ ജോലി ചെയ്യുന്നു, അങ്ങനത്തെ ഒക്കെ ആളുകളെ നിങ്ങൾ ആലോചിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ അവിടെ ഒരാള് തോട്ടത്തിൽ ഞാൻ ചെറിയ പണിക്ക് പോകുന്നു, അങ്ങനത്തെ ഉള്ള ആളുകളൊക്കെ നിങ്ങൾ ആലോചിക്കുക. അവരൊക്കെയാണ് ഇന്ത്യയിൽ 95% അല്ലെങ്കിൽ 90-95 ആ നമ്പറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല സ്റ്റഡീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും.
എന്നാൽ പോലും ഓൾ അറൌണ്ട് 90% ഇന്ത്യക്കാരെ അവസ്ഥ അതാണ്. ഓക്കെ, ഇനി ഏകദേശം ഇത്ര തന്നെ ആളുകൾ ഇൻഫോർമൽ സെക്ടറിലും കൂടിയാണ്. ഇൻഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിട്ടൺ കോൺട്രാക്ട് ഉണ്ടാവില്ല ജോലിക്ക്. ഇപ്പൊ ഓക്കെ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരാള് ലെറ്റ്സ് സേ ഒരു പലചരക്ക് കടയിൽ നിൽക്കുന്നു, ജോലി അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. അതൊക്കെ ഒരു റിട്ടേൺ കോൺട്രാക്ട് ഒന്നും ഇല്ലല്ലോ, ഒരു വാക്കാൽ ഒരു ധാരണ, നീ ഇന്നോ അതെ, നിനക്ക് ഡെയിലി ഇത്ര ശരിയാണ്. പൈസ തരാം, അത്ര അതാണ്. അതേപോലെ റിട്ടേൺ കോൺട്രാക്ട് ഉണ്ടാവില്ല, സോഷ്യൽ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻസ് ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും. അതായത് നിങ്ങൾക്ക് പ്രോവിഡന്റ് ഫണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇങ്ങനത്തെ സോഷ്യൽ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻസും ഇല്ലാത്ത ആളുകളാണ് 90. അപ്പം അൺഓർഗനൈസ് സെക്ടറിലാണ് 90% ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. 100 ആൾക്കാരെടുത്താൽ 90 ആൾക്കാർ ജോലി ചെയ്യുന്നത് ഇൻഫോർമൽ സെക്ടറിലാണ്. ഏറെക്കുറെ സീറോ ആണ് ഇവർക്കുള്ള ലീഗൽ പ്രൊട്ടക്ഷൻസ് ഇന്ത്യയിൽ. ഓക്കെ. അതായത് ലേബർ പ്രൊട്ടക്ഷൻസ്, ലേബർ ലോ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഏറെക്കുറെ സീറോ ആണ്. 1-2 ലേബർ ലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവരെ ടച്ച് ചെയ്യുന്നുണ്ട്, എന്നാൽ ഏറെക്കുറെ സീറോ. ഇതാണ് നമ്മൾ ഫണ്ടമെന്റലി ഇന്ത്യനെ പറ്റി മനസ്സിലാക്കേണ്ടത്. ലേബർ ലോനെ പറ്റി ചിന്തിക്കുമ്പോൾ ഇന്ത്യനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ധാരണ. നമുക്ക് ഒരുപാട് നിയമങ്ങളുണ്ട് ഇന്ത്യയിൽ. ഏകദേശം 10-40 സെൻട്രൽ ലെജിസ്ലേഷൻസ് ഉണ്ട്, എത്രയോ എണ്ണയാ തീരാത്ത എത്ര സ്റ്റേറ്റ് ലെജിസ്ലേഷൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. എന്നാൽ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ജനവിഭാഗം എന്ന് പറയുന്നത് മാക്സ് ടു മാക്സ് ഒരു 10-15 ഇന്ത്യക്കാരാണ് 100 ഇന്ത്യക്കാരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. ഇനി ഓക്കെ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ എത്ര ഉണ്ടെന്നുള്ളത് നമ്മൾ ആലോചിക്കാം. ഓക്കെ, തിയററ്റിക്കലി വരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആകെ 10-15 ആൾക്കാരെയാണ്. ഇനി ഈ 15-ൽ എത്ര ആൾക്കാർക്ക് ഇഫക്റ്റീവ്ലി ഇത് ഇംപ്ലിമെന്റഡ് ആണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇനി ഈ പറയുന്ന ആൾക്കാരിൽ തന്നെ നമ്മൾ പല രീതിയിൽ സ്പെഷ്യൽ ഇക്കണോമിക് സോൺസും മറ്റേതും ഒക്കെ ഉണ്ടാക്കിയിട്ട്, അല്ലെ ഗവൺമെന്റിന് തന്നെ എക്സെപ്ഷൻസ് കൊടുക്കാം. ഏതെങ്കിലും ഒരു ലേബർ ലോ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടെന്ന് ഗവൺമെന്റിന് തീരുമാനിക്കാം. അങ്ങനെ എക്സെപ്ഷൻസ് കൊടുത്തിട്ട് പിന്നെയും വലിയൊരു ശതമാനം ആൾക്കാരെ എന്ത് ചെയ്യും, ഇതിന്ന് എക്സ്ക്ലൂഡ് ചെയ്യും. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ വളരെ വളരെ ഒരു മൈക്രോ മൈനോറിറ്റി പെർസെൻറ്റേജ് ഓഫ് ഇന്ത്യൻസിനാണ് ഒരു ഡീസന്റ് ലേബർ റൈറ്റ്സ് പ്രൊട്ടക്ഷൻസ് ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇനി ഇതും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പല വർക്ക് ഫോഴ്സിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല കോടതികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവരൊന്നും ഇതിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. ഉദാഹരണത്തിന് ടീച്ചേഴ്സിന് എടുക്കുക. ടീച്ചേഴ്സിന് മോസ്റ്റ് ഓഫ് ദ ലേബർ റൈറ്റ്സ് ടീച്ചേഴ്സിന് അവൈലബിൾ അല്ല. കാരണം അതെന്തുകൊണ്ടാ? അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാല് വർക്ക്മെൻ എന്ന് പറഞ്ഞൊരു ഡെഫിനിഷൻ ഉണ്ട്. ഓക്കെ, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേബർ റൈറ്റ്സിന്റെ ബൈബിൾ എന്ന് പറയാം ഇൻഡസ്ട്രിയൽ ഓക്കെ. ഡിസ്പ്യൂട്ട് ആക്ട്. അതായത് നിങ്ങൾക്ക് ടെർമിനേറ്റ് ചെയ്താൽ കോമ്പൻസേഷൻ കിട്ടാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ, ഇതൊക്കെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പ്രകാരമാണ് നിങ്ങൾക്ക് റൈറ്റ് വരുന്നത്. നിങ്ങളെ ജോലി പ്രൊട്ടക്ഷൻ, ഇങ്ങനെ ഒരുപാട് റൈറ്റ്സ് വരുന്നത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്നാണ്. അപ്പൊ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിൽ ഈ റൈറ്റ്സ് ഒക്കെ കിട്ടാൻ നിങ്ങൾക്ക് വേണ്ട എലിജിബിലിറ്റി, യു ഷുഡ് ബി എ വർക്ക്മെൻ. അതൊരു ലോങ് ഡെഫിനിഷൻ ആണ് വർക്ക്മെന്റ്. അപ്പൊ ഇന്ത്യയിലെ കോടതികളുടെ ഒരു ധാരണ, അപ്പൊ ടീച്ചേഴ്സിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ ടീച്ചേഴ്സ് വളരെ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഭയങ്കര ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവരെങ്ങനെയാണ് വർക്ക്മെൻ ആവുക? അതാണ് ലോജിക്. അപ്പൊ നിങ്ങൾ ആ ലോജിക്ക് മനസ്സിലാക്കണം. അതായത് ആ ലോജിക്ക് പറയുന്നത് പറഞ്ഞാൽ നിങ്ങളൊരു ഭയങ്കര അപ്കമിങ് ജനറേഷനെ വാർത്തെടുക്കുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെ വാർത്തെടുക്കുന്ന ആളുകൾ എങ്ങനെയാണ് വർക്ക്മെൻ ആവുക? അപ്പൊ ഈ ഗ്ലോറിഫിക്കേഷനിൽ നടക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമുക്ക് ഗ്ലോറിഫിക്കേഷൻ കൊടുത്താൽ റേഷൻ കടയിൽ നിന്ന് അരിയൊന്നും കിട്ടൂലായിരിക്കും. അതെ. പക്ഷെ എനിക്ക് എപ്പോഴും ഗ്ലോറിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ലീഗൽ റൈറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഓക്കെ. ഇപ്പൊ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആണത്. ഗ്ലോറിഫൈ ചെയ്യാൻ ഇപ്പുറത്ത് റൈറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല. തീർച്ചയായിട്ടും. ഇപ്പം നമ്മളെ ഒരുപാട് വർക്ക് ഫോഴ്സിന് അത് കാണാം. നമ്മളെ നഴ്സുമാരെ പറ്റി നമ്മളിപ്പോൾ എല്ലാ ദിവസവും പറയും, നൈറ്റിംഗേൽ ആണ്, മാലാഖമാരാണ്, അതാണ് ഇതാണെന്നൊക്കെ നമ്മൾ പറയും. എന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ എത്ര രൂപ കൊടുക്കും? 10,000 രൂപ, 15,000 രൂപ മാസം കൊടുക്കും. ഏത് അതെ. ഇന്ത്യയിലെ മിനിമം വേജ് പോലും ഒട്ടുമിക്ക ജോലികൾക്കും വർഷങ്ങൾക്ക് മുമ്പേ ഫിക്സ് ചെയ്ത മിനിമം വേജ് പോലും 12,000 15,000 ഒക്കെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ട് ഈ കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് അപ്പൊ ഗ്ലോറിഫിക്കേഷൻ, ജനറലി സ്പീക്കിംഗ്, ഗ്ലോറിഫിക്കേഷൻ എവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധയോടെ മാത്രം ഇടപെടണം. കാരണം ഗ്ലോറിഫിക്കേഷൻ പലപ്പോഴും ഫ്രീ ലേബർ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡാണ്. ഇതിന്റെ ഓക്കെ. ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ നമ്മളൊക്കെ വീട്ടിലെ അമ്മമാരായിരിക്കും. അതെ, ശരിയാ. നമ്മൾ എല്ലാ ദിവസവും പറയും അമ്മ അതാണ്, അമ്മ ഇതാണ്, അമ്മയാണ് ദൈവം എന്നൊക്കെ പറയും. എന്നിട്ട് ആ അമ്മേനെ കൊണ്ട് വീട്ടിലെ ജോലി മൊത്തം ചെയ്യിപ്പിക്കും.
മക്കളെ നോക്കുന്ന ജോലി മൊത്തം ചെയ്യിപ്പിക്കുക. ആ ഗ്ലോറിഫിക്കേഷൻ ആണത്. അതെ, ഗ്ലോറിഫിക്കേഷൻ. അമ്മൻ്റെ എക്സാമ്പിൾ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇപ്പം ഞാനങ്ങനെ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിനെ തള്ളിപ്പറയല്ല. പക്ഷേ ഇതിൽ അമ്മമാർ വരെ ഒരു അപ് ടു എൻ എക്സ്റ്റെൻറ്റ് ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ചെയ്യുന്നതെല്ലാം എന്താ, എനിക്ക് ഇതാണ് എൻ്റെ ഡ്യൂട്ടി എന്നുള്ളത്. തീർച്ചയായും അത് 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 ഈ ഏതൊരു എക്സ്പ്ലോയിറ്റേറ്റീവ് സിസ്റ്റത്തിന്റെയും ഒരു വർക്കിംഗ് മോഡലാണത്. അതായത് ഇപ്പം അമേരിക്കയില് അടിമത്തം അവസാനിച്ചപ്പോ ഒരുപാട് അടിമകൾ ഭയങ്കര കരച്ചിലായിരുന്നു എന്നാണ് പറയുന്നത്. ആഹാ. അത് എന്തിന് ഈ അടിമത്തം അവസാനിപ്പിക്കുന്നു, നല്ലതല്ലേ, ഞങ്ങൾ എത്ര നല്ലോണാണ് ഞങ്ങളെ മാസ്റ്റർ നോക്കുന്നത്, ഈ അടിമത്തം അവസാനിപ്പിക്കാൻ പാടില്ല, അല്ലെ നമ്മളെ നാട്ടിൽ ജന്മിത്തം ഇല്ലാണ്ടാവുന്ന അതെ അതെ അതെ. ഒരുപാട് ആളുകള് ജന്മിത്തായിരുന്നു നല്ലതെന്ന് ചിന്തിച്ച ആളുകളുണ്ട്. അപ്പൊ അതേപോലെ ഈ നമ്മളെ കുടുംബ വ്യവസ്ഥയിൽ ഒരുപാട് സ്ത്രീകള് അത് ഇന്റേണലൈസ് ചെയ്യും. അവര് തന്നെയാണ് ചൂഷണത്തിന് ഇരയാവുന്നത്, പക്ഷെ അവര് തന്നെ അത് ഇന്റേണലൈസ് ചെയ്യും. നെക്സ്റ്റ് ജനറേഷനെ അവര് ആ ചൂഷണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും. അതെ, കാരണം പക്ഷെ അവർ ആ അവർ സ്റ്റാൻഡേർഡാണ് സെറ്റ് ചെയ്യുന്നത്. ആ അപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ അത് അതെ. കുറച്ചൊന്ന് മാറി ചിന്തിക്കുന്ന കണ്ടാൽ അത് പിന്നെ ഒരു പ്രശ്നമായി മാറി അവിടെ. പക്ഷെ ഇവിടുത്തെ യഥാർത്ഥ വില്ലൻ ഈ സിസ്റ്റമാണ്. അതെ. അപ്പൊ നമ്മൾ ജോലി സ്ഥലത്തും അത് കാണാം. ജോലി സ്ഥലത്തും ഇപ്പൊ നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയാണെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെയാണല്ലോ, ഒരു കൈ കൊണ്ട് തലോടും മറ്റേ കൈ കൊണ്ട് അടിക്കും. അപ്പൊ തലോടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും തൊഴിലാളി ചിന്തിക്കും, അയ്യോ എന്നെ എത്രയോ നന്നായിട്ട് കെയർ ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പലപ്പോഴും ഈ മോഡേൺ വർക്ക് സ്പേസിൽ നടത്തും. ഉം ഉം. നിങ്ങളെ ഓൾഡർ വർക്ക് സ്പേസിൽ, ഐ മീൻ ട്രഡീഷണൽ വർക്ക് സ്പേസിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് അവിടെ കുറെ ഒരു ക്ലാരിറ്റി ഉണ്ട്. അതായത് വെർബൽ നിങ്ങളിപ്പോ ഒരു ആണെങ്കിൽ കൂടെ. ഫാക്ടറിയിൽ ജോലി ചെയ്യാണ് ഉദാഹരണത്തിന്, നിങ്ങൾക്കറിയാം നിങ്ങളെ മാനേജർ നിങ്ങളെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കാൻ നോക്കുകയാണെന്ന്. ഉം ഉം. വെരി ക്ലിയർ അബൌട്ട് ദാറ്റ്. ഓക്കെ, നിങ്ങൾക്കും അറിയാം ഇത് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കാനുള്ള പണിയാണ്, പക്ഷെ ഞാൻ ചിലപ്പം ചെയ്യും കാരണം എനിക്ക് ജോലി വേണം, അല്ലെ എന്നെ ചിലപ്പോൾ പിരിച്ചുവിടുക, എന്റെ ജീവിത സാഹചര്യം കൊണ്ടൊക്കെ ഞാൻ ചെയ്യും. പക്ഷെ ഈ മോഡേൺ വർക്ക് സ്പേസിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കുറെ മാനിപ്പുലേറ്റഡ് വേസിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഉം ഉം. ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങളെ മാനേജർ പറയും, അയ്യോ സാറെന്നൊന്നും വിളിക്കേണ്ട, ഞാൻ ഭയങ്കര ഫ്രണ്ടാണ്, ഞാന് മനസ്സിലായില്ലേ, നിങ്ങളെ ഓഫീസേഴ്സ് ഞങ്ങളൊക്കെ ഒരു ഫാമിലിയാണ്, നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ, ഇങ്ങനെയൊക്കെ പറയും, നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ത്യയില് ഒരു ദിവസം പോലും ഒരു ടീം മീറ്റിംഗ് പോലും ഉണ്ടാവില്ല, വി ആർ ഫാമിലി എന്ന് പറയാത്ത ഒരു ടീം മീറ്റിംഗ് പോലും ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ഫാമിലിയാണ്. പക്ഷെ കുറെ ആളുകളെങ്കിലും ഇത് ഇന്റർണലൈസ് ചെയ്യും. ഉം ഉം. ഇത് ശരിക്കും ചിന്തിക്കും നമ്മൾ, അയ്യോ ഇതൊരു ഫാമിലി അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങളെ ഹോസ്റ്റൈൽ ബോസ് ഒരു കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾ അത് ചെയ്താൽ പോലും നിങ്ങൾക്ക് അറിയാം ഇറ്റ്സ് നോട്ട് ഇൻ യുവർ ഇൻട്രസ്റ്റ്. പക്ഷെ നിങ്ങളെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളെ കൊണ്ടൊരു ജോലി എക്സ്ട്രാ ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കോൺഷ്യസ്നെസ് ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എക്സ്പ്ലോയിറ്റഡ് ആവുകയാണെന്നുള്ള, നിങ്ങൾ അത് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ ആ അതെ പ്രശ്നം അതെ. ഉണ്ടാവും. ഈ ആ മാനിപ്പുലേഷൻ ഭയങ്കര ഒരു പ്രശ്നമാണ്. ഇപ്പോൾ എനിക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു പലചരക്ക് കടയുടെ എക്സാമ്പിളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ വേർബൽ അഗ്രിമെൻ്റ് അപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ഈ ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല, ഇങ്ങനത്തെ ജോലികൾക്കൊന്നും ഒരു കോൺട്രാക്റ്റ് ഇല്ല. ഒന്നാമത് സിസ്റ്റം ഇല്ല, ആരും ആ ഒരു വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ല, അപ്പോൾ ടാക്സ് വരെ അടിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് മാറ്റാൻ പറ്റുക? കാരണം ഇതൊരു ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷൻ ആണല്ലോ. ഇപ്പം നമുക്ക് അറിയുന്ന ഒരുവിധം ആളുകളൊക്കെ വർക്ക് ചെയ്യുന്നത് ഇപ്പം ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചറിലല്ല വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇതിലാണ് വർക്ക് ചെയ്യുന്നത്, ഉം. വെർബൽ അഗ്രിമെൻറ്റിൻ്റെ പുറത്ത്. ഇപ്പോൾ അങ്ങനെയുള്ളൊരു ലാർജ് സ്കെയിൽ ആയിട്ടുള്ള നമ്പർ എങ്ങനെയാണ് മാറ്റാൻ പറ്റുക? ആഹ് ഒ- ചരിത്രപരമായിട്ട് രാജ്യങ്ങളിൽ ഈ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത് അഗ്രികൾച്ചറൽ ജോലികളിൽ നിന്ന് മോഡേൺ ഇൻഡസ്ട്രിയൽ സർവീസ് സെക്ടറുകളിലേക്ക് ആളുകൾ മാറുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ആ സിസ്റ്റങ്ങൾ മാറുന്നത്. കൂടുതൽ ഫോർമൽ ആയിട്ടുള്ള റിലേഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു രീതിയിലേക്ക് മാറുന്നത്. അപ്പൊ ഇന്ത്യയിൽ ആ മാറ്റം വ്യാപകമായിട്ടുള്ള രീതിയിൽ നടക്കണം ഒന്ന്. ഉം പക്ഷെ ഉം. ആ മാറ്റം നടക്കുന്ന സമയത്തും ഇന്ത്യയിൽ നമ്മൾ കാണുന്ന ഒരു വസ്തുത എന്ന് പറഞ്ഞാല് ആ മാറ്റം ആക്ച്വലി ഇതുപോലുള്ള ഗുണപരമായിട്ടുള്ള റിസൾട്ടുകളിലേക്കല്ല വരുന്നത്. മനസ്സിലായില്ലേ? അതായത് അത്തരം ഉം. ജോലികളും അതിന്റെ ബാക്കി വശങ്ങളിലൊക്കെ ഇത് മാറുന്നുണ്ട്. പക്ഷെ അവരുടെ എംപ്ലോയി റൈറ്റ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലോ അത്തരത്തിലുള്ള ഒരു ലാർജർ മാറ്റം വരുന്നില്ല. അതിന് ഒരു കാര്യം, നമ്മളെ പൊളിറ്റിക്കൽ ഇക്കോണമിയിൽ നമുക്ക് അത്ര താല്പര്യമില്ല ഇത്തരം റൈറ്റ്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ, റെഗുലേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഗവൺമെന്റിന് താല്പര്യമില്ല. പിന്നെ നമ്മൾ ഓൾസോ കാണേണ്ടതെന്ന് പറഞ്ഞാൽ പുതിയ വരുന്ന പല ലാർജ്, ഐ മീൻ ജോബ് മാർക്കറ്റ് സെക്ടേഴ്സിന്റെ അവസ്ഥ എന്താന്നുള്ളത് നമ്മൾ നോക്കണം. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളൊരു ഗിഗ് ഇക്കോണമി നോക്കുക. യാ. ഓക്കെ, ഐ മീൻ പ്ലാറ്റ്ഫോം ഇക്കോണമി എന്ന് പറഞ്ഞാൽ സിംപ്ലി
നിങ്ങൾ ഒരു നിങ്ങൾക്കും കസ്റ്റമർക്കും ഇടയിൽ ഒരു പ്ലാറ്റ്ഫോം ഇൻ ദ ഫോം ഓഫ് മേ ബി ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ, ആപ്പിളിന്റെ ഒരു ആപ്ലിക്കേഷൻ ഇതുപോലുള്ള ഒരു സാധനത്തിലൂടെയാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. ഓക്കെ, ദാറ്റ് പ്ലാറ്റ്ഫോം ഹെൽപ്സ് യു ടു കണക്ട് ടു ദ കസ്റ്റമർ ഓർ ദ ക്ലയന്റ് ഓർ വാട്ട് എവർ. ഓക്കെ, ഉദാഹരണം പറഞ്ഞാൽ സ്വിഗ്ഗി, സൊമാറ്റോ, urban അതെ അതെ. കമ്പനി, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ ഫ്രീലാൻസ് ജോലികളൊക്കെ കിട്ടുന്ന സൈറ്റുകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്ലാറ്റ്ഫോംസ് ആണ് ബേസിക്കലി. ഓക്കെ, ഇന്ത്യയിൽ ഇപ്പം നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം 77 ലക്ഷം ആളുകൾ ഈ സെക്ടറിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇതൊരു വലിയ സെക്ടറാണ്, ഓൾറെഡി തന്നെ ഇതൊരു വലിയ സെക്ടറാണ്. നോ ലോങ്ങർ ഒരു എന്താ പറയാ ഒരു സൈഡിലുള്ള ഒരു സെക്ടർ ഒന്നുമല്ല, വലിയൊരു സെക്ടറാണ് 77 ലക്ഷം ആളുകൾ. 2030, അതായത് 5 കൊല്ലം കഴിയുമ്പോൾ നീതി ആയോഗ് പ്രൊജക്ട് ചെയ്യുന്നത് 3 കോടി ആളുകൾ ഈ സെക്ടറിൽ ജോലി ചെയ്യുന്നതാണ്. വാവ്. 3 കോടി. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സെക്ടറിൽ എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ, പണ്ടുണ്ടായിരുന്ന ഇത്തരം ലേബർ പ്രൊട്ടക്ഷൻസ് ഒന്നും ഇല്ലാത്ത പല ജോലികളിൽ നിന്ന് ആളുകൾ ഇന്ന് മൾട്ടിനാഷണൽ കമ്പനികളായിട്ടുള്ള ഊബറിലും അല്ലെങ്കിൽ വലിയ സൊമാറ്റോ ഒക്കെ പോലുള്ള ഇന്ത്യയിലെ ഡൊമസ്റ്റിക് വലിയ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്നു. അപ്പൊ അവർക്ക് വളരെ ഫോർമൽ ആയിട്ടുള്ള കോൺട്രാക്ട് ഉണ്ടാവും, അതുപോലെ റൈറ്റ്സ് ഉണ്ടാവും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ നടക്കുന്നത് എന്താണ്? നടക്കുന്നത് പണ്ടുള്ളതിലും ഭീകരമായിട്ടുള്ള രീതിയിലാണ് അവർ ചൂഷണം ചെയ്യപ്പെടുന്നത്. ഇന്ന് മാത്രമല്ല, these companies are not even ready to consider them as employees. അതെ അതെ. ഓക്കെ, അതായത് ഈ ബിസിനസ് മോഡൽ തന്നെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ഒരു ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ ആണ്. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ എന്റെ ബൈക്ക് എടുത്തിട്ട് സ്വിഗ്ഗിക്ക് വേണ്ടി അല്ലെ സൊമാറ്റോക്ക് വേണ്ടി ഡെലിവറി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കമ്പനി പറയുന്നത് ഞാനൊരു ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ ആണ്. ഓക്കെ, അങ്ങനെ ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ ആയിട്ടുള്ള എനിക്ക് കമ്പനിക്ക് ലേബർ റൈറ്റ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമില്ല. ഒരു കാര്യം, ഓക്കെ. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വരുമ്പം കൂടുതൽ ഫോർമൽ റിലേഷൻസ് ഇത് ഉണ്ടാക്കും ഒബ്വിയസ്ലി, കാരണം നിങ്ങൾക്ക് ഒരു കോൺട്രാക്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ലാർജർ പ്രശ്നം, ദേ ആർ നോട്ട് ഈവൻ റെഡി ടു കൺസിഡർ യു ആസ് എൻ എംപ്ലോയ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓക്കെ. എംപ്ലോയി റൈറ്റ്സും ഇല്ല. കാരണം ഇതിലെ എംപ്ലോയി ആക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എംപ്ലോയി റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, അത് കമ്പനിക്ക് താല്പര്യമില്ല. ഉം ഉം. ഫെയർ വർക്ക് 2024 ഒരു കണക്കുണ്ട്, അതായത് 90% ഗിഗ് വർക്കേഴ്സും ഇന്ത്യയിൽ they are earning lesser than minimum wage in their concerned states. ഓക്കെ. അതായത് ഇപ്പം കേരളത്തില് ഇപ്പൊ കൊച്ചിയിലെ ഒരു മിനിമം വേജ് ലെറ്റ്സേ ഒരു 12,000 രൂപയാണെന്ന് വിചാരിക്കും ഒരു മാസം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 90% ഗിഗ് വർക്കേഴ്സും ഇന്ത്യയില് അവരെ കൺസേൺ സ്റ്റേറ്റിൽ സെറ്റ് ചെയ്യുന്ന മിനിമം വേജിലും താഴെയാണ് ഏൺ ചെയ്യുന്നത്. ഓക്കെ. ഇതിലിപ്പം ഈ മിനിമം വേജ് എത്രയെന്ന് അറിയുന്ന ആളുകൾ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വരെ കുറവായിരിക്കും. കാരണം ഇത് ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഈ ഗിഗ് എക്കോണമിയിൽ ഇപ്പോൾ വർക്ക് കിട്ടിയാൽ ഇൻഡിപെൻഡൻറ്റ് വർക്ക് ആണെന്ന് ഉള്ള അവരിത് നേരത്തെ പറഞ്ഞ പോലെ ഇന്റേണലൈസ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ ഫ്രീഡം ഉണ്ട്, എൻ്റെ ടൈമിൽ വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതെ, ഐ മീൻ വി കാൻ ബ്ലെയിം ദം ഓൾസോ. യാ, ഓഫ് കോഴ്സ്. ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് നിങ്ങൾക്ക് അത്ര അവൈലബിൾ ജോലികളില്ല, അതെ മനസ്സിലായില്ലേ? അവൈലബിൾ ജോലികളില്ല. അപ്പോൾ ഇത് വളരെ ഈസി എൻട്രി ഉള്ള ഒരു ജോലിയാണ്. അതെ. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ജോലിയിലേക്ക്, ഒറ്റ സെക്കൻഡ്, ഒരാൾ വന്നു. യാ ഷുവർ. ഓക്കെ, അതെ. സ്റ്റാർട്ട്. നമ്മൾ അൺഎംപ്ലോയ്മെന്റിനെ പറ്റിയിട്ട് എനിക്ക് ആ ടോപ്പിലേക്ക് ഇപ്പൊ പറഞ്ഞു വന്നത് അതാണല്ലോ. നമ്മളെന്തോ ഗിഗിനെ പറ്റിയല്ലേ പറഞ്ഞു? അതെ, ഗിഗ് എക്കോണമിയിലെ ആളുകൾക്ക് വർക്ക് ചെയ്യാൻ അതെ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞത് വി കാൻ ബ്ലെയിം ദം. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് നമ്മുടെ നാട്ടിൽ ജോലികൾ വളരെ ഡിഫിക്കൽട്ടാണ് കിട്ടാൻ, അതൊരു വസ്തുതയാണ്. ഇത് വളരെ ഈസിലി നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് ഫീൽഡാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു, നിങ്ങൾ കുറച്ച് റിക്വയർമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ജോലിയുണ്ട്. തുടക്കത്തിൽ ഒരു പക്ഷേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പല ജോലികളെക്കാട്ടും ശമ്പളം ഈ ജോലി കൊടുക്കും, അതെ. മനസ്സിലായില്ലേ? അത് നമ്മൾ കാണാതെ പോകരുത്. ഈ ജോലികള് കമ്പാരിറ്റീവ്ലി ബെറ്റർ പേയിങ്ങും ആവാം. അതെ. നമ്മളിപ്പോ മിനിമം വേജ് പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടില് വലിയ വിഭാഗം ആൾക്കാർക്ക് മിനിമം വേജ് കിട്ടുന്നില്ല. എത്രയാണ് മിനിമം വേജ്? എനിക്ക് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. ആ, അല്ല, നാട്ടിൽ എത്രയാണ് മിനിമം വേജ്? അത് നമുക്ക് അങ്ങനെ ഒരു 1 ഡിജിറ്റ് അല്ല. ഓക്കെ. അതായത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വേരിയസ് ക്രൈറ്റീരിയ, ലൈക്ക് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ഇത് മാറും. ഓക്കെ. നിങ്ങളെ ജോലി ടു ജോലി ഇത് മാറും. ഓക്കെ, ഈവൻ ഇൻഡസ്ട്രി വിത്തിൻ സ്റ്റേറ്റ് അനുസരിച്ചിട്ട്. നിങ്ങളെ വിത്തിൻ സ്റ്റേറ്റ് നിങ്ങളെ ജോഗ്രഫിക് ലൊക്കേഷൻ ടു ലൊക്കേഷൻ ഇത് മാറും.
ആ, ഓക്കെ ഓക്കെ. ഓക്കെ, അങ്ങനെ വളരെ കോംപ്ലക്സ് ആണ് ആ നമ്പേഴ്സ്. അപ്പൊ നിങ്ങളൊരു പെർട്ടിക്കുലർ ജോലി ഇന്ന സ്റ്റേറ്റിൽ ഇന്ന ലൊക്കേഷനിൽ എന്നുള്ള രീതിയിൽ സെർച്ച് ചെയ്താലേ നിങ്ങൾക്ക് അത് കിട്ടും. അറൌണ്ട് 11,000 15,000 അതിന്റെ ഒരു റേഞ്ചിലാണ് ഒട്ടുമിക്ക ജോലികൾക്കും ഇത് വരുന്നത്. ഓക്കെ. ഓക്കെ, എക്സാക്ട് നമ്പർ ഇപ്പോൾ പല രാജ്യങ്ങളിലുള്ള പോലെ ആർലി ഇത്ര, ഇപ്പോൾ ഒരു സ്റ്റേറ്റ് എടുത്താൽ അമേരിക്കയിലൊക്കെ ഉള്ള പോലെ ഇന്ന സ്റ്റേറ്റിൽ ഇന്ന ആർ ഇത്രയാണ് മിനിമം വേജ്, അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല ഇന്ത്യയിലുള്ള. ഓക്കെ. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതും ഇതിനൊക്കെ ചെറിയൊരു കണക്ഷൻ വരുന്നത് ഈ അൺഎംപ്ലോയ്മെൻറ്റിലാണ്. ഇപ്പം പറഞ്ഞു തുടങ്ങി തന്നെ ഒരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ അൺഎംപ്ലോയ്മെൻ്റ് ആക്കി. കേരള ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും എന്ത് സ്റ്റെപ്സാണ് ഈ അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാനായിട്ട് എടുക്കുന്നത്? കാരണം ഈവൻ പൊളിറ്റിക്കൽ ഈ എലക്ഷൻ റാലി അല്ലെങ്കിൽ അതിൻ്റെ ഇതിൽ വരെ ഈ ഒരു സംഭവം അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല. അൺഎംപ്ലോയ്മെൻറ്റോ അല്ലെങ്കിൽ ഇക്കോണമിയോ അങ്ങനെ അധികം പറഞ്ഞു കേൾക്കാറില്ല. ഐ മീൻ ഇലക്ഷൻ റാലികളിൽ പൊതുവെ പ്രോമിസസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന് 2014-ലും 2019-ലും ഇലക്ഷന് മുമ്പേ പ്രോമിസ് ചെയ്തിട്ടുള്ളത് എത്രയാ? ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി ദോസ് നമ്പേഴ്സ്. ലൈക്ക് ലാക്സ് ഓഫ് ജോബ്സ്, ഐ മീൻ ക്രോർസ് ഓഫ് ജോബ്സ് ഓക്കെ. എവറി ഇയർ ഒക്കെ പ്രോമിസ് ചെയ്യാറുണ്ട്. പക്ഷെ അത് ആക്ച്വൽ റിയാലിറ്റിയിൽ വരുന്നുണ്ടോ എന്നുള്ളത് ഒബ്വിയസ്ലി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ പലപ്പോഴും ഇത് എളുപ്പത്തിൽ ഫഡ്ജ് ചെയ്യാൻ പറ്റും ഈ ഡേറ്റ നിങ്ങൾക്ക്. അതായത് ഇപ്പൊ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള കാറ്റഗറി, അങ്ങനെ പല കാറ്റഗറീസ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആളുകൾ എംപ്ലോയിഡ് ആണെന്ന് ഡേറ്റയിൽ കാണിക്കാൻ പറ്റും. ഓക്കെ. എന്തോ ആക്ച്വലി അവർ എംപ്ലോയിഡ് ആയിരിക്കില്ല. ഐ മീൻ ഒരു കൺസിഡറബിൾ ഇൻകം ഉള്ള എംപ്ലോയ്മെന്റ് ഉണ്ടാവണമെന്നില്ലെങ്കിൽ പോലും ഡേറ്റയിൽ അത് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫഡ്ജ് ചെയ്യാൻ പറ്റും. അപ്പൊ ആക്ച്വൽ പലപ്പോഴും നമ്മൾ കാണുന്ന അൺഎംപ്ലോയ്മെന്റ് ഡേറ്റ അത് ആക്ച്വൽ റിയാലിറ്റിയെ റിഫ്ലക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. പക്ഷേ എന്തെങ്കിലും ഒരു വാല്യുബിൾ സ്റ്റെപ്സ് കേരള ഗവൺമെൻറ് ആണെങ്കിലോ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് ആണെങ്കിലോ എടുക്കുന്നുണ്ടോ? ലൈക്ക് എനിത്തിങ് ടു ഇംപ്രൂവ്? നോട്ട് ക്ലിയർ. എന്തൊക്കെയാണ് ആ പോളിസി മെഷേഴ്സ് എന്നുള്ളതിനെ പറ്റി നോട്ട് ക്ലിയർ. ഓക്കെ. ഞാൻ ഒരു ഒരു പ്രൊഫസറെ മീറ്റ് ചെയ്തിരുന്നു. ലൈക്ക് ഹൈദരാബാദിലാണ് ചെയ്യുന്നത്. ഹ്യൂമാനിറ്റീസ് പ്രൊഫസറാണ്. അപ്പോൾ പക്ഷേ നവി മുംബൈ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആ ഒരു ഏരിയയിലാണ്. ഫസ്റ്റ് എന്നെ കണ്ട് എൻ്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി. രണ്ടാമത്തെ കാര്യം ചോദിച്ചത് ലൈക്ക് ഹൗ ഡസ് കേരള സ്റ്റാൻഡ്സ് ഔട്ട് എന്നുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് അയാൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഈ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഇതിൽ ലൈക്ക് ഇന്ത്യ ഈസ് ഡൂംഡ് എന്ന് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കാരണം ഒരു നല്ലൊരു മെഷേഴ്സോ നല്ല പോളിസീസോ ഒന്നും ഒരു ലാസ്റ്റ് ഒരു 10 ഇയേഴ്സ് അല്ലെങ്കിൽ ലാസ്റ്റ് 15 ഇയേഴ്സ് ആയിട്ട് ഒരു ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നുള്ള ഒരു ബിഗ് സ്റ്റേറ്റ്സ് എന്നുള്ള രീതിയിൽ ഒരു പോളിസീസും വരുന്നില്ല. ഇപ്പം ആകെ ഇന്ത്യക്കുള്ള നല്ല എക്സ്പോർട്ട് എന്ന് പറയുന്നത് കുറച്ച് കഴിവുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഐ മീൻ ഫൈനാൻഷ്യലിയും ആയിട്ടുള്ള ആൾക്കാരെ കയറ്റി വിടാന്നുള്ളതാണ്. അതിൽ അയാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടേക്ക് പറഞ്ഞത് എന്താ വെച്ചാൽ ഇപ്പം മോദി എവിടെ പോയാലും ഇപ്പം ഇന്ത്യൻ്റെ പ്രൈം മിനിസ്റ്റർ എന്നുള്ള ഒരു പേരുണ്ട്. ലൈക്ക് അറിയപ്പെടുന്നത് എന്താ പറയുക, മൻമോഹൻ സിംഗിനേക്കാളും ഒക്കെ പേര് പറഞ്ഞ് അറിയപ്പെടുന്നത്. അപ്പം അതിനൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ ഡയസ്പൊറനെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അമേരിക്കൻ ഡയസ്പൊറ, ഇപ്പോൾ ഇവിടെ പോളണ്ടിൽ വന്നപ്പോൾ പോളിഷ് ഡയസ്പൊറ, അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് സൗദി പോയപ്പോൾ സൗദി ഡയസ്പൊറ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അതാണ് ഫോക്കസ് ചെയ്യുന്നത്. ആളങ്ങോട്ട് കയറ്റി വിടുക, അവിടുത്തെ പുറത്ത് പോയിട്ട് അവിടുത്തെ പിന്നെ അയാൾ പറഞ്ഞ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു 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 ബ്യൂറോക്രാറ്റിക് ആയിട്ട് ഏറ്റവും കൂടുതൽ അഡ്വാൻസ്മെൻറ്റ് നടക്കുന്ന ഒരു സംഭവം ഈ പാസ്പോർട്ട് എടുക്കുക എന്നുള്ളതാണ്. അത് 2000 കൊടുത്താൽ എക്സ്പ്രസ് പാസ്പോർട്ട് സർവീസസ് ഭയങ്കര ഫാസ്റ്റ്. എത്രയും പെട്ടെന്ന് പാസ്പോർട്ട് കിട്ടുമോ എത്രയും പെട്ടെന്ന് നിങ്ങൾ പോയിക്കോ എന്നുള്ള ഒരു സംഭവമാണെന്നുള്ള. പക്ഷെ അത് ഭയങ്കര ഒരു സാഡാണ്, ഒരു വർക്ക് കിട്ടുന്നില്ല എന്ന് മാത്രല്ല പറയുന്നത്. ഈ പൊളിറ്റിക്സിലും ഡയസ്പോറ പ്ലേസ് എ റോൾ. അതെ അതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ടേഴ്സ് പലപ്പോഴും ഔട്ട്സൈഡ് ഇന്ത്യക്കാരായിരിക്കും. അതെ. അവരോട് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമെന്ന് വെച്ചാൽ അവരൊരിക്കലും വരില്ല. ഇല്ല. പക്ഷേ ഇന്ത്യ ഭീകരമായിട്ട് മാറിക്കഴിഞ്ഞു എന്ന് ഏറ്റവും മുമ്പിൽ എന്ന് പറയാ ഈ പുറത്തുള്ള ആളുകളായിരിക്കും, NRI അതെ. ആയിട്ടുള്ള ആളുകൾ. ഞാനൊരു ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്നു ഇതേപോലെ ആയിട്ടുള്ളൊരു നോർത്ത് ഇന്ത്യൻ ഫ്രണ്ടിനായിട്ടുള്ള ആർഗ്യുമെൻ്റ്. എനിക്കറിയില്ലായിരുന്നു അവൻ്റെ ഒരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് അതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു തുടങ്ങിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിക്കുന്നു ഇന്ത്യ എക്കണോമിക്കലി ഡൗൺ ആണ്, വർക്ക് ഈ പറഞ്ഞ പോലെ
വർക്ക് കൾച്ചറും എല്ലാം മോശമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ രാജ്യം വിട്ടത്. പക്ഷെ നീ പറയുന്നത് ഇന്ത്യ അടിപൊളിയാണ്, ഇന്ത്യ എന്താ പറയുക ചൈനനായിട്ടുള്ള കോമ്പറ്റീഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ പിന്നെ നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഒരു ഭാഷ പോലും അറിയാത്ത രാജ്യത്ത് നിൽക്കുന്നത് എന്തിനാണ്? ഇത്ര അടിപൊളിയായിട്ടുള്ള രാജ്യമാണെന്നുണ്ടെങ്കിൽ തിരിച്ചു പോയിക്കൂടെ? ചൈനയായിട്ട് കോമ്പറ്റീഷൻ എന്നൊക്കെ പറയുന്നത് നമ്മളെ സ്വപ്നങ്ങളിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അതെ. റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഒന്നുമില്ല. ചൈനയ്ക്ക് ഇന്ത്യ ഒരു കോമ്പറ്റീറ്റർ ഒന്നുമല്ല. 5 ടൈംസ് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു GDP കമ്പാരിസണിൽ പോലും 5 ടൈംസ് ബിഗർ GDP ആണ് ചൈന. ചൈനയുടെ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടിനോട് മാച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടോ അല്ലെങ്കിൽ ന്യൂവർ ടെക്നോളജിയിൽ അവർക്കുള്ള ഇൻഫ്ലുവൻസ് പോലത്തെ ഒരു ഇൻഫ്ലുവൻസ് ഒന്നും നമുക്കില്ല എന്നുള്ള നമ്മൾ ആ റിയാലിറ്റി എന്ന് കാര്യങ്ങളെ കാണുന്നതായിരിക്കും നമ്മളെ രാജ്യത്തിന്റെ വികസനത്തിന് നല്ലത്. അല്ലാതെ ഒരു എന്താ പറയുക ഒരു ജിങ്കോയിസ്റ്റിക് വേയില് ചൈനയായിട്ട് നമ്മൾ മാച്ചിങ് ഒരു ഫൈറ്റിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ അത് റിയൽ അല്ല. നമ്മളൊരു ഇമാജിനറി വേൾഡിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. അതെ. ഫോറിൻ പവേഴ്സിന് എത്രത്തോളം ഒരു എന്താ പറയുക റോളുണ്ട് ഇന്ത്യൻ വർക്ക് ഫോഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നതിൽ? കാരണം ഇപ്പം ഒരുവിധം കമ്പനികളൊക്കെ മൾട്ടിനാഷണൽ കമ്പനികളാണ്, ഇപ്പം നമ്മൾ സംസാരിച്ചത് എടുത്തു നോക്കിയാൽ. അപ്പോൾ ഇത് അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു കാര്യം തന്നെയാണല്ലോ. ഒന്ന് അണ്ടർ പെയ്ഡ് ആയിരിക്കും, ചീപ്പ് ലേബർ മാർക്കറ്റാണ്, പക്ഷെ അതിന് എത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്? ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇന്ത്യ ഒരു ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലേക്ക് ഒരുപാട് ക്യാപിറ്റൽ അട്രാക്ട് ചെയ്യപ്പെട്ടതിന്റെ ഒരു കാരണം ഇവിടുത്തെ ചീപ്പ് ലേബറും അത്ര സ്ട്രോങ് അല്ലാത്ത ലേബർ പവറും ഒക്കെയാണ്. സ്വാഭാവികമായിട്ടും അത്ര ഡിമാൻഡോ കാര്യങ്ങളോ അല്ലെങ്കിൽ റൈറ്റ്സോ ഒന്നും കൊടുക്കണ്ട എന്നുള്ള ഒരു കാര്യത്തിൽ നിന്ന് തന്നെയാണ് ഇത്രയധികം ക്യാപിറ്റൽ ഇന്ത്യയിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നതിന്റെ ഒരു കാര്യം. ഈവൻ ഇപ്പൊ ബാംഗ്ലൂരൊക്കെ പോലുള്ള ഒരു IT സെന്റർ ഉണ്ടാവുന്നതിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം നമ്മളെ അവൈലബിലിറ്റി ഓഫ് ചീപ്പ് ലേബറും അതേപോലെ ലെസർ ലേബർ റിക്വയർമെന്റ്സും ഒക്കെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് ഇവർക്കാർക്കും അറിയാത്തതൊന്നുമല്ല. അതെ അപ്പൊ അതെ. നമ്മൾ പലപ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഞാൻ അതിൽ IT വർക്ക് ചെയ്ത ഒരാളല്ല, പക്ഷെ IT വർക്ക് ചെയ്യുന്ന ട്രേഡ് യൂണിയനിലൊക്കെ ഉള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, IT ഒരു പക്ഷേ ആളുകൾ കമ്പാരിറ്റീവ്ലി ബെറ്റർ പെയ്ഡ് ആയിരിക്കും നമ്മളെ ബാക്കി ജോലികൾ വെച്ച്. പക്ഷെ നമ്മൾ ആ രീതിയിലല്ല അവരെ ബെറ്റർ പെയ്ഡ് ആണോ അണ്ടർ പെയ്ഡ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. അവരെ 1 അവറിന് എത്രയാണ് ബില്ല് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ ശരിക്കും നോക്കേണ്ടത്. അതെ, ട്രൂ. അപ്പൊ അവരെ 1 അവറിനോ അല്ലെങ്കിൽ അവരെ വർക്കിനോ അവർ ബില്ല് ചെയ്യപ്പെടുന്നത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് ആക്ച്വലി കിട്ടുന്നത് വളരെ അണ്ടർ പെയ്ഡ് ആണ് അവര്. പിന്നെ നമ്മൾ പല സോകോൾഡ് ബ്രില്യൻറ്റ് IT കമ്പനികൾ ആക്ച്വലി അവർ ചെയ്യുന്നത്, ഡൊമസ്റ്റിക് കമ്പനികൾ, ഇപ്പൊ ഇൻഫോസിസ് ഒക്കെ പോലുള്ള കമ്പനികൾ ആക്ച്വലി ചെയ്യുന്നത് ഒരു ഗ്ലോറിഫൈഡ് മേസ്ട്രി പണിയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് അവർക്ക് വേണ്ട ഒരു എന്താ പറയാ സർവീസ്, ആ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുന്ന് ഒരു കോൺട്രാക്ടർ ആളുകളെ കണ്ടുപിടിക്കുന്നത് പോലെ ചീപ്പായിട്ടുള്ള ലേബറിനെ കണ്ടുപിടിക്കുന്നു, ആ ലേബറിനെ അവർക്ക് കൊടുക്കുന്നു. ആണ് വെൻഡർ മാനേജ്മെന്റ് എന്നാണ് അതിന്റെ പേര്. ആ പക്ഷെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, നേരിട്ട് ചില കമ്പനികളിലൊക്കെ നിങ്ങൾ ഇന്റർനാഷണൽ കമ്പനികളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ദേ മൈറ്റ് ഹാവ് ബെറ്റർ പോളിസീസ് ദാൻ ഇന്ത്യൻ ലോ. അതെ, അപ്പൊ കാരണം അത് ഉദാഹരണത്തിന് ഇപ്പൊ അവര്. യെസ്, ഞാൻ ചില കണ്ടിന്യൂ. കമ്പനികൾക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. ലേബർ പോളിസി അഡ്വൈസ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം പലപ്പോഴും അവർ ഒരു ചോദ്യം ചോദിക്കും, ഷുഡ് വി ഗിവ് പെറ്റേണിറ്റി ലീവ്? അതായത് മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്ന പോലെ മെയിൽ എംപ്ലോയീസിന് ഷുഡ് വി ഗിവ് പെറ്റേണിറ്റി ലീവ്? അപ്പൊ ഇതിലെ വലിയൊരു കോമഡി എന്ന് പറഞ്ഞാൽ, ഇഫ് യു ഫോളോ ഇന്ത്യൻ ലോ യു ഡോണ്ട് ഹാവ് ടു ഗിവ്. ഇന്ത്യൻ ഓക്കെ. നിയമത്തിൽ പറയുന്നില്ല, ജനറലി അപ്ലിക്കബിൾ ആയിട്ടുള്ള ഇന്ത്യൻ നിയമങ്ങളിലൊന്നും പെറ്റേണിറ്റി ലീവ് കൊടുക്കണമെന്ന് പറയുന്നില്ല. ഓക്കെ. പക്ഷെ ഇതിന്റെ കോമഡി എന്ന് പറഞ്ഞാൽ അവരെ ഗ്ലോബൽ പോളിസിയിൽ പെറ്റേണിറ്റി ലീവ് ഉണ്ടാവും. അതെ, അപ്പൊ ശരിയാ. പലപ്പോഴും ഇത്തരം കമ്പനികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരെ ഗ്ലോബൽ പോളിസി ഫോളോ ചെയ്തുകൊണ്ട് പെറ്റേണിറ്റി ലീവ് കൊടുക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നിയമങ്ങള് പലപ്പോഴും വളരെ 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 പിന്നിലാണ്. പെറ്റേണിറ്റി ലീവ് ഒക്കെ പോലുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു റൈറ്റ് പോലും നമുക്ക് യൂണിവേഴ്സൽ ആയിട്ട് അപ്ലൈ ചെയ്യുന്നില്ല ഇന്ത്യയിൽ. അതെ, ആകെ അതൊന്നും സംസാര നിങ്ങളൊരു വിഷയമാവാനേ പാടില്ല. അതൊക്കെ ഒരു ബേസിക് അതെ നീഡാണ്. ഗവൺമെന്റ് സെക്ടറിലൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചില ബാങ്കിങ് സെക്ടർ, ഗവൺമെന്റ് സെക്ടർ ഇന്റേണൽ പോളിസികളെ കൊണ്ട് നിങ്ങൾക്ക് പെറ്റേണിറ്റി ലീവ് കിട്ടും. അതല്ലാതെ ഇന്ത്യയിലൊരു ഓൾ ഇന്ത്യ നിയമമൊന്നുമില്ല പെറ്റേണിറ്റി ലീവ് കൊടുക്കാൻ. പക്ഷെ എന്തുകൊണ്ടാണ് മെറ്റേണിറ്റി നമ്മൾ ലീവ് ഇത്ര കൊടുക്കാൻ ഔട്ട്ഡേറ്റഡ്? ഈ ലേബർ ലോ ഭയങ്കര ഔട്ട്ഡേറ്റ്. കാരണം ഈ
ഇതിൻ്റെയൊക്കെ എസെൻസ് എന്ന് പറയുന്ന ഈ പറഞ്ഞ പോലെ ലേബർ ലോ ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണല്ലോ. ഒരു ലേബർ ലോ അതിൻ്റെതായിട്ടുള്ള രീതിക്ക് നടക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര ഔട്ട്ഡേറ്റഡ് ആവാൻ കാരണം? ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇവിടെ മൊത്തം സമരമാണ്, ബന്ധാണ്, സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ട്രേഡ് യൂണിയൻകാർ വന്ന് പൂട്ടിക്കും എന്നൊക്കെയുള്ള വളരെ ചരിത്ര വിരുദ്ധമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കുണ്ട്. ഈ കേരളത്തിൽ നമ്മളിപ്പം കമ്പാരിറ്റീവ്ലി ഇന്ത്യയിൽ നിന്ന് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള അവസ്ഥയെങ്കിലും ഉള്ളത് ഇത്തരത്തിൽ ആളുകൾ സമരം ചെയ്തും കൊടി പിടിച്ചും ഒക്കെ ഉണ്ടാക്കിയതിന്റെ ബാക്കി പത്രമാണ്. അല്ലാണ്ട് നമ്മളാരും പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തിട്ടല്ല നമുക്ക് കേരളത്തിൽ ഇത്രയും കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു ജീവിത സാഹചര്യം ഉണ്ടാവുന്നത്. പണ്ട് ആളുകൾ ജീവൻ കൊടുത്തും സമരം ചെയ്തും കൊടി പിടിച്ചും ഒക്കെ ഉണ്ടാക്കിയതാണ്, പോലീസിന്റെ തല്ലുകൊണ്ടും ഒക്കെ ഉണ്ടാക്കിയതാണ് നമ്മൾ ഈ മെച്ചപ്പെട്ടിട്ടുള്ള സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യം. അത് മനസ്സിലാക്കാതെ പലപ്പോഴും നമ്മളെ ആളുകൾ ഈ ശ്രീനിവാസൻ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഈ ട്രേഡ് യൂണിയനാണ് എല്ലാ പ്രശ്നത്തിനും കാരണം, കൊടി പിടിച്ചാണ് ഇവിടെ ഫാക്ടറികൾ വരാത്തതെന്നൊക്കെ ഉള്ള രീതിയിലുള്ള വളരെ അപക്വമായിട്ടുള്ള അപൊളിറ്റിക്കൽ ആയിട്ടുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കും. ഓക്കെ, ഇന്ത്യയിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ട്രേഡ് യൂണിയൻസ് വളരെ വളരെ വീക്കാണ്. ഇന്ത്യയിൽ ഹാർഡ്ലി ഒരു 5-10 ആളുകൾ മാത്രമാണ്, 100 ആളുകൾ എടുത്താൽ ട്രേഡ് യൂണിയനുകളിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ. നമ്മളെ ഭൂരിപക്ഷ സെക്ടറുകളിലും ട്രേഡ് യൂണിയനുകൾ പെനെട്രേറ്റ് ചെയ്തിട്ടില്ല. ആകെ കുറച്ച് ഓർഗനൈസ്ഡ് സെക്ടറുകളിലാണ് നമുക്ക് സ്ട്രോങ് ട്രേഡ് യൂണിയൻസ് ഉള്ളത്. ബാങ്കിങ്, അല്ലെങ്കിൽ ഇൻഷുറൻസ്, അല്ലെങ്കിൽ ടു ആൻ എക്സ്റ്റെന്റ് റെയിൽവേയിൽ പോലും സ്ട്രോങ് ട്രേഡ് യൂണിയൻസ് ഇല്ല നമുക്ക്. അതാണ് അത് ശരി. നമ്മള് സാഹചര്യം അതാണ്. ഇപ്പൊ നിങ്ങളിപ്പോ യു കെയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റെയിൽ സമരങ്ങളൊക്കെ കാണാം. അതായത് ട്രെയിൻ ഓടാത്ത സമരങ്ങൾ ഉണ്ടാവും യു കെയിലും അല്ലെങ്കിൽ ജർമ്മനിയിലും ഒക്കെ നിങ്ങൾക്ക് കാണാം. ഏവിയേഷൻ സ്റ്റെക്ക് ആവുന്ന സമരങ്ങൾ കാണാം. ലുഫ്താൻസൊക്കെ സമരം കാരണം അടച്ചിടുന്ന അവസ്ഥകൾ കാണും. ഈവൻ പോലീസുകാർ വരെ സമരം ചെയ്യുന്ന കാണാം ബ്രിട്ടനിലൊക്കെ. പക്ഷെ ഇന്ത്യയില് 1975 അവസാനത്തെ റെയിൽ സമരം നടക്കുന്നത്. അതിനെല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് അടിച്ചമർത്തിയതിനു ശേഷം റെയിൽവേ പോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സെക്ടറിൽ പോലും ശക്തമായിട്ടുള്ള ട്രേഡ് യൂണിയൻ നമുക്കില്ല. അപ്പോ ട്രേഡ് യൂണിയൻ ഉണ്ടാവുക, ശക്തമായിട്ടുള്ള ട്രേഡ് യൂണിയനുകൾ ഉണ്ടാവുമ്പോഴാണ് ശക്തമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാവുക. അല്ലാണ്ട് ഗവൺമെന്റ് നിങ്ങൾക്ക് വാരിക്കോരി ഇതൊന്നും തരാൻ പോകുന്നില്ല. ഗവൺമെന്റിന് അത്തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഓൺലി ഇഫ് യു ജോയിൻ ടുഗെദർ, ഫോം യൂണിയൻസ്, ഡിമാൻഡ് ബെറ്റർ റൈറ്റ്സ്, അപ്പം മാത്രമേ ഈ നിയമങ്ങളൊക്കെ വരൂ. അതാണ് ഇതിന്റെ ചരിത്രം. നമുക്ക് നാളെ മേഡേ ആണ്. ലോകത്ത് ഒരു സ്ഥലത്തും ഇന്ന് നമ്മൾ കാണുന്ന, ഇന്നിപ്പോ നിങ്ങൾ അനുഭവിക്കുന്ന റൈറ്റ്സ് ആലോചിക്കുക. ലൈക്ക് സൺഡേ ഹോളിഡേ നിങ്ങൾക്ക് ഉണ്ടല്ലോ, ഒരു 8 അവർ അല്ലെ, സാറ്റർഡേ 10 ദിവസം അല്ലേ നിങ്ങൾ ജോലി, 10 മണിക്കൂറൊക്കെ അല്ലേ മാക്സിമം ജോലി ചെയ്യുന്നുണ്ടാവും. 8 മണിക്കൂറായിരിക്കും നിയമം. 40 മണിക്കൂർ പെർ വീക്ക്. ഓക്കെ, നിങ്ങൾക്ക് സോഷ്യൽ സെക്യൂരിറ്റീസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏത് റൈറ്റും നിങ്ങൾ ആലോചിച്ചോ, ഒരൊറ്റ റൈറ്റ് പോലും എംപ്ലോയർ ചാരിറ്റി തോന്നി തന്നതല്ല, ഗവൺമെന്റുകൾ തന്നതല്ല, മറിച്ച് ആളുകള് സംഘടനകൾ ഉണ്ടാക്കി സമരം ചെയ്ത് നേടിയെടുത്തതാണ്. ഒരു ഘട്ടം എത്തിയപ്പം ഇതിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ എത്തിയപ്പോഴാണ് ഗവൺമെന്റുകൾ ഓക്കെ നമുക്ക് നിയമങ്ങൾ ഉണ്ടാക്കാന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയത്. ബ്രിട്ടൻ പോലെ ഒരു രാജ്യത്ത് പോലും ഏകദേശം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ നിങ്ങൾ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിയാൽ അത് നിയമവിരുദ്ധമായിരുന്നു. അല്ല, ബ്രിട്ടനില്, ഇൻസൈഡ് ബ്രിട്ടൻ, നോട്ട് ഈവൻ ഇൻ ഇന്ത്യ, ഇൻസൈഡ് ബ്രിട്ടൻ പോലും അവർക്ക് പല ആക്ടുകൾ ഉണ്ടായിരുന്നു. കോമ്പിനേഷൻ ആക്ട് എന്നൊക്കെ പറയുന്ന ആക്ടുകൾ. ഇപ്പൊ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് എന്നുള്ള, യൂണിയൻ എന്നുള്ള അർത്ഥത്തിലാണ് കോമ്പിനേഷൻ ആക്ടുകൾ ചെയ്തതെന്ന് പറഞ്ഞാൽ യു കാൻ ഫോം ട്രേഡ് യൂണിയൻ. ഇഫ് യു ഫോം ട്രേഡ് യൂണിയൻ നിങ്ങളെ ഡീപ്പോർട്ട് ചെയ്യാം, നിങ്ങളെ ജയിലിലിടാം. അതായിരുന്നു നിയമം. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഇന്നത്തെ രീതിയിലേക്ക് മാറിയത് മനുഷ്യരുടെ ഫൈറ്റ് കൊണ്ടാണ്. അപ്പൊ ഈ ഫൈറ്റിൽ നമ്മൾ കാണേണ്ടത് ട്രേഡ് യൂണിയൻസ് ഉണ്ടായാൽ മാത്രമേ, ശക്തമായിട്ട് എല്ലാ സെക്ടറിലും ട്രേഡ് യൂണിയൻസ് ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ബെറ്റർ റൈറ്റ്സ് ഉണ്ടാവും. ഇന്ത്യയിൽ ബെറ്റർ റൈറ്റ്സ് ഇല്ലാത്തതിന്റെ ഫണ്ടമെന്റൽ റീസൺ വി ഡോണ്ട് ഹാവ് ബെറ്റർ ട്രേഡ് യൂണിയൻ. പക്ഷെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇന്ത്യ എന്ന് ആലോചിക്കുമ്പോഴേ യൂണിയൻ്റെ കാര്യങ്ങളും ഇന്ത്യയിലാണ് ഇത് പോപ്പുലർ എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് എല്ലാവർക്കും ഉള്ളത്. നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ത്യയിലാണ് യൂണിയൻ, ഇന്ത്യയിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും സമരമാണ്, എന്തെടുക്കാനും സമരമാണ് എന്നുള്ള. ഇത് ഒരുപക്ഷെ നമ്മളെ പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളികളൊന്നും ഒരു ആഗോള ന്യൂസ് പോലും വായിക്കാത്തതിന്റെ പ്രശ്നമായിരിക്കും. അല്ലെങ്കിൽ ഇവർ അത്രയധികം ഈ ശ്രീനിവാസൻ
പ്രിയദർശൻ സിനിമകളൊക്കെ കണ്ട് ബ്രെയിൻ വാഷ്ഡ് ആണ്. അതുകൊണ്ടാണ്. പക്ഷെ ഇപ്പൊ അതിന് ഒരുപാട് മാറ്റം വരുന്നുണ്ട്. കാരണം ഒരുപാട് ആളുകൾ യൂറോപ്പിലൊക്കെ പോയി അവിടെ ജീവിക്കാനൊക്കെ തുടങ്ങിയതിനു ശേഷം ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം അവര് കാണുന്നുണ്ട് സമരം ചെയ്യുന്നതും കാണുന്നത്, കാര്യങ്ങളും. എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതെ. അപ്പോ ഈ ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളിപ്പം ഓൾ ഇന്ത്യ സ്ട്രൈക്ക് ഒക്കെ നോക്കുക. ഇന്ത്യയിൽ കൊല്ലത്തിൽ ഒരു ദിവസമൊക്കെ ഒരു എന്താ പറയാ ഒരു സിംബോളിക് ആയിട്ടുള്ള ഓൾ ഇന്ത്യ സ്ട്രൈക്ക് ഒക്കെയാണ് നടക്കാറുള്ളത്. പക്ഷെ പല യൂറോപ്യൻ രാജ്യങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ ദിവസങ്ങളോളൊക്കെ സ്ട്രൈക്കുകൾ നടക്കുക. ഇപ്പൊ ഫ്രാൻസിലൊക്കെ ഈ അടുത്ത് ദിവസങ്ങളോടാണ് സ്ട്രൈക്ക് നടക്കുന്നത്. ആളുകൾ ദിവസങ്ങളോടാണ് ശരിയാണ്. പ്രൊട്ടസ്റ്റ്. പക്ഷെ ഇവിടെ എനിക്കിപ്പോൾ അതെങ്ങനെയാണ് ഒരു നല്ല വേർഡ്സിൽ ഇടാന്ന് അറിയില്ല. പക്ഷെ ഇവിടെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സമരമാണ് സംഭവം. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്ട്രൈക്സും പിന്നെ ട്രേഡ് യൂണിയൻസ് ഒക്കെ രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻസ് ആണ് എന്നുള്ള അങ്ങനത്തെ. പക്ഷെ ഞാൻ ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് ഞാനിപ്പോൾ അങ്ങോട്ട് പറയാം, ശ്രീനിവാസന്റെ കോട്ട് ഇട്ടിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ സമരം സമരങ്ങളുടെ അതിപ്രസരം വരുമ്പോൾ അത് ഡെവലപ്മെന്റിനെ ബാധിക്കൂലേ? നമുക്ക് എവിടെയാണ് എന്നാണ് സമരങ്ങളെ അതിപ്രസരം ഉണ്ടായതെന്ന് നമ്മൾ ഹിസ്റ്റോറിക്കലി ആലോചിക്കണം. ഇത് ഇത് നമ്മളൊരു കോമൺ സെൻസ് പോലെ ചിന്തിക്കുകയാണ്. നമ്മളെ നാട്ടിൽ എപ്പോഴും സമരങ്ങളായിരിക്കുന്നത്. പക്ഷെ ഇതിന് എന്താണ് ഡേറ്റ? സമരങ്ങളായിരുന്നു എല്ലാ കാലത്തും എന്ന് കുറച്ച് ആളുകൾ പറയുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് അങ്ങനെ ഒരു ഡേറ്റ് ഒന്നുമില്ല. ഇത്രയും ദിവസങ്ങൾ ഇന്ന കാലഘട്ടങ്ങളിൽ നിന്ന് ഇവിടെ നിർത്താതെ സമരങ്ങളായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒന്നാമത് ആ ക്ലെയിം തന്നെ ആഹ്, അത്ര ഡേറ്റ ഡ്രിവൺ ഒന്നല്ല. ഒന്ന്. രണ്ടാമത്, സമരം നടക്കുന്നത് ഒരു മോശം കാര്യമാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് വാട്ട് ഈസ് ഡെവലപ്മെന്റ്? നിങ്ങൾക്കിപ്പോ കുറെ സ്ഥാപനങ്ങൾ വരുന്നു എന്നുള്ളത് മാത്രമല്ല ഡെവലപ്മെന്റ്. അവിടെ എങ്ങനെയാണ് മനുഷ്യർ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതും കൂടിയാണ് ഡെവലപ്മെന്റ്. അത് ശരിയാണ്, വളരെ നല്ലൊരു അല്ലാതെ പോയിന്റാണ് അത്. അല്ലാതെ അല്ലാതെ നിങ്ങൾക്ക് അടിമകളെ പോലെ ജോലി ചെയ്യുന്നിടത്ത് കുറെ സ്ഥാപനങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ രാജ്യം ഡെവലപ്ഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ആ മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങൾ ഉയരണം, അവർക്ക് ഡിഗ്നിറ്റി അതെ ഉണ്ടാവണം. അങ്ങനത്തെ ഒരു എന്താ പറയാ സസ്റ്റൈനബിൾ ആയിട്ടുള്ള എല്ലാരെയും ഉൾക്കൊള്ളുന്ന വികസനമാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. അതിന് അതെ. സമരങ്ങള് ഒരു വിലങ്ങുതടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പകരം സമരങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് സെറ്റ്സ് എ സ്റ്റാൻഡേർഡ്. ഉം ഉം. അതായത് നിങ്ങൾ ഇങ്ങോട്ട് വരൂ, നിങ്ങൾക്ക് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം, പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഞങ്ങളെ വർക്ക് ഫോഴ്സിനോട്. അത്തരം വികസനമാണ് നമ്മൾ കേരളത്തിൽ നിന്ന് ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട്. നമ്മളെ പത്രങ്ങൾ അത് എഴുതില്ല, ഒബ്വിയസ്ലി ബിക്കോസ് ഓഫ് ദെയർ പൊളിറ്റിക്സ്. അവരത് എഴുതാൻ പോകുന്നില്ല. പക്ഷെ കേരളത്തിലേക്ക് ഒരുപാട് ആളുകൾ ഇന്ന് അട്രാക്റ്റഡ് ആവുന്നുണ്ട്. കാരണം അതെ കേരളത്തില് വി ഹാവ് നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഇന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ നമ്മളെ വർക്ക് ഫോഴ്സ് എഡ്യൂക്കേറ്റഡ് ആണ്. നമ്മളെ മൊത്തം സൊസൈറ്റി വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സൊസൈറ്റിയാണ് കമ്പയർഡ് ടു സിവിലൈസ്ഡ് ആണ്. സിവിലൈസ്ഡ് ആണ്. നമ്മളെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അട്രാക്റ്റീവ് ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക്. സ്വാഭാവികമായിട്ടും നമ്മൾ ആ അട്രാക്റ്റീവ് ഫീച്ചേഴ്സ് വെച്ച് കമ്പനികളെ അട്രാക്ട് ചെയ്യുന്നു. ഈ ചീപ്പ് ലേബറും അതേപോലെ എക്സ്പ്ലോയിറ്റേഷനും മാത്രമായിരിക്കണം നമ്മളെ അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് നമ്മൾ എന്തിനാ തീരുമാനിക്കുന്നത്? അതെ, അത് ശരിയാണ്. പിന്നെ ഈ ഈ ശ്രീനിവാസൻ പ്രിയദർശൻ സിനിമകളൊക്കെ വലിയ തോതിലുള്ള ഡാമേജ് ആണ് കേരളത്തിലെ സമൂഹത്തിനോട് ചെയ്തിട്ടുള്ളത്. ഈ ഞാനത് ഇതുവരെ അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടില്ല. ഇൻക്ലൂഡിങ് സത്യൻ അന്തിക്കാട്, ഈ സന്ദേശമൊക്കെ പോലുള്ള സിനിമകള് ടോട്ടൽ ഡാമേജ് ആണ് ഈ സമൂഹത്തിനോട് ചെയ്തിട്ടുള്ളത്. അതായത് ഞാനിത് കട്ട് രാഷ്ട്രീയം ചെയ്തിട്ട് മോശമാണ്, റീലാക്കുന്നുണ്ട് ഇത്. രാഷ്ട്രീയം മോശമാണ്, പാർട്ടികൾ മോശമാണ്, സമരങ്ങൾ മോശമാണ്. അതായത് ഒരു 100 കൊല്ലം മുമ്പേ, അല്ലെ അത്ര കൊല്ലം മുമ്പേ ഒരു മനുഷ്യന് വഴി നടക്കാൻ പോലും പറ്റാത്ത ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ എന്തൊക്കെ നമ്മൾ ഇന്ന് ഇഷ്ടപ്പെടുന്നില്ല, അതൊക്കെ അതേപോലെ അല്ലെ അതിനെക്കാട്ടും ഉപരിയായിട്ടോ നിലനിന്ന സമൂഹമാണ് കേരളം. അല്ലാതെ കേരളം അനാദികാലം മുതൽ മറ്റേ ഒരു സ്വർഗം പോലുള്ള നാടൊന്നല്ല. എല്ലാ ഉം. ദോഷങ്ങളും നിലനിന്ന, എല്ലാ പ്രശ്നങ്ങളും ഒരുപക്ഷെ നോർത്തിലൊക്കെ നമ്മൾ കാണുന്നതിലും ഭീകരമായിട്ടുള്ള രീതിയിൽ നിലനിന്ന സ്ഥലമാണ് കേരളം. അവിടുന്ന് നമ്മൾ ഇന്ന് കാണുന്ന അത്രയെങ്കിലും മെച്ചപ്പെട്ടിട്ടുണ്ട്. നമ്മളെല്ലാം നേടിയെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ ഇന്ന് കാണുന്ന രീതിയിലെങ്കിലും നമ്മളൊരു മെച്ചപ്പെട്ട സമൂഹമായിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലുള്ള ആളുകൾ നമ്മളെ ഫോർ ഫാദേഴ്സ് സമരം ചെയ്തും കൊടി പിടിച്ചും മരിച്ചും ചില സമയത്തൊക്കെ തിരിച്ചടിച്ചും ഒക്കെ നേടിയിട്ട് എടുത്തിട്ടുള്ളതാണ് നമ്മൾ ഈ മെച്ചപ്പെട്ട സാമൂഹ്യ സാഹചര്യം. അത് മനസ്സിലാക്കാതെ അതെ. അവസാനം കൊടി എറിയുന്നിടത്ത് സന്ദേശം എന്ന് എഴുതി കാണിക്കുന്ന സിനിമയല്ലേ സന്ദേശം? കൊടി വലിച്ചെറിയുന്നിടത്താണ് അവിടെ സന്ദേശം. എന്ത് സന്ദേശമാണ് അത് നൽകിയത്? ഇന്ന് നമ്മളെ കോളേജുകളിൽ എന്താ സംഭവിക്കുന്നത്? രാഷ്ട്രീയ പാർട്ടികളെ നിങ്ങൾ ഒഴിവാക്കി അവിടേക്ക് ലഹരി കയറി വന്നു, അരാഷ്ട്രീയത കയറി വന്നു.
ഗ്യാങ് വാറുകൾ കയറുക. എന്നിട്ട് എന്താണ് ഇതിനെ കൊണ്ടുണ്ടായ മെച്ചം? അപ്പൊ ഈ അത് രാഷ്ട്രീയ അതിപ്രസരം അത് എന്ന് വേറെ പറയുന്ന തന്നെ ഒരു വാക്ക് തന്നെ ഡിബേറ്റ് ആണ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ രാഷ്ട്രീയം വേണോ വേണ്ടേ എന്നുള്ളത്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് ഏറ്റവും അധികം രാഷ്ട്രീയം വേണ്ടത്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തുകൊണ്ട് എഡ്യൂക്കേഷനിൽ രാഷ്ട്രീയം പാടില്ല? നമുക്കത് ആലോചിക്കാം. വൈ ദർ ഷുഡിൻ ബി പൊളിറ്റിക്സ് ഇൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ? ഓക്കെ, അത് അല്ല, നമ്മളിപ്പോ രാഷ്ട്രീയം വേണം. കാരണം രാഷ്ട്രീയം എല്ലാ നമ്മുടെ ജീവിതത്തിൽ മൊത്തം രാഷ്ട്രീയമുണ്ട്. വീട്ടിനകത്തൊരു രാഷ്ട്രീയമുണ്ട്, നമ്മൾ എന്താ പറയുക, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരു രാഷ്ട്രീയമുണ്ട്. എല്ലാം എന്താ പറയുക, പൊളിറ്റിസൈസ്ഡ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പൊളിറ്റിക്സ് വേണ്ട എന്ന് പറയുന്ന ഈ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ്, അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവർക്ക് വേണ്ടി ഞാൻ ഗസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് കുറച്ച് കഴിഞ്ഞാൽ ഒരു അതിപ്രസരമായി അതൊരു വയലൻസായി. പിന്നെ ഇപ്പം എൻ്റെ കോളേജിലൊക്കെ ഇഷ്ടം പോലെ അടി ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ അതൊരു, എനിക്കറിയില്ല, ഒരു ഇതും ഒരു ഞാ- ഫൈനൽ ഞാൻ വേർഡ് ഞാൻ ആയിട്ട് ഞാൻ പറയാൻ. ഞാൻ ഞാൻ ചോദിക്കുന്നത്, രാഷ്ട്രീയം ഇല്ലാത്ത ക്യാമ്പസുകളിൽ വയലൻസ് ഇല്ലേ? ഉണ്ടാവും. നമ്മളെ നമ്മളെ ഇപ്പോ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഇപ്പൊ ഒരുപാട് കുട്ടികൾ തമിഴ്നാട്ടിലേക്ക് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പോവാറുണ്ട്. ഹലോ, കണക്ഷൻ പോയോ? ഇല്ല ഇല്ല ഇല്ല. നിങ്ങൾ വീഡിയോ സ്റ്റെക്ക് ആയി പോയി. പക്ഷെ ആ ഓക്കെ. ഓക്കെ, യാ, കറക്റ്റ്. നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ തമിഴ്നാട്ടിലേക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ രാഷ്ട്രീയമേ ഇല്ലാത്ത പോകുന്നുണ്ട്. അവിടെയൊക്കെ നടക്കുന്ന, ഞാനൊരു ലോ കോളേജ് പഠിച്ച ആളാണ്, ഗവൺമെന്റ് ലോ കോളേജിൽ. അവിടെയൊക്കെ നടക്കുന്ന അടികൾ വെച്ച് നോക്കിക്കഴിഞ്ഞാല് നമ്മളെ ലോ കോളേജിലൊന്നും നടക്കുന്ന അടികൾ ഒരു അടി പോലും അല്ലാതെ തോന്നിപ്പോകും. അപ്പൊ രാഷ്ട്രീയമാണ് വയലൻസിന് കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും വയലൻസ് ഒരു പ്രശ്നമാണെങ്കിൽ നമ്മൾ അതിനെ വേറെ രീതിയിൽ കൗണ്ടർ ചെയ്യണം. അല്ലാതെ രാഷ്ട്രീയം കൊണ്ട് വയലൻസ് ഉണ്ടാവുന്നു എന്നുള്ളത് എളുപ്പത്തിൽ കണക്ക് കൂട്ടുന്ന ഒരു പരിപാടിയാണ്. ആദ്യം അതെ, നമ്മൾ ശത്രുവിനെ തീരുമാനിച്ചിട്ട് പിന്നെ നമ്മൾ റീസൺസ് കണ്ടുപിടിക്കുകയാണ് അവിടെ. അതാണ്. വരെ പിന്നെ രാഷ്ട്രീയം ഇല്ലാത്ത കോളേജുകളിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ നോക്കണം. എന്ത് തരത്തിലുള്ള അനീതികൾ നടന്നാലും ആരും ചോദ്യം ചെയ്യാനില്ല. നിങ്ങൾക്ക് നാളെ ഫീസ് വർദ്ധിപ്പിക്കാം, നിങ്ങൾക്ക് കുട്ടികളെ സസ്പെൻഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്ത് തോന്നിവാസവും ചെയ്യാം, ആരും ചോദിക്കാനില്ല. പക്ഷെ രാഷ്ട്രീയമുള്ള ക്യാമ്പസുകളിൽ മാത്രമല്ല, നമ്മൾ ഭാവിയിലേക്കുള്ള പൗരന്മാരെ വളർത്തിയെടുക്കുന്ന സ്ഥാപനങ്ങളാണ് എഡ്യൂക്കേഷൻ എങ്കിൽ അവിടെ എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവരുത് നമ്മൾ ശാഠ്യം പിടിക്കണം. ഉം. നമുക്ക് പിന്നെ ഈ നമുക്ക് നല്ല അടി കൂടുന്ന പരിപാടി നമ്മുടെ രക്തത്തിലുള്ളതാണ്. ഞാനിപ്പം എൻ്റെ കുറച്ച് പോളിഷ് ഫ്രണ്ട്സിനൊക്കെ മലയാളം സിനിമകൾ റെക്കമെൻഡ് ചെയ്യും. ഇപ്പം 2-3 കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എല്ലാ സിനിമയിലും ഭയങ്കര അടിയാണല്ലോ എന്നുള്ളത്. അപ്പോഴാണ് ഞാനിരിക്കുന്നത്, ശരിയാണ്. ഈ അടി ഇൻ ദ സെൻസ് ഒരു ചായപ്പീടിയുടെ മുമ്പിൽ നിന്നിട്ടുള്ള അടി, ചെറിയ ചെറിയ സീന്, നമുക്ക് അടി നമ്മുടെ ഒരു ഭാഗമാണ്. അടി അടി കൂടാന്ന് പറയുന്നത്, ഈ അടിയും വാക്കേറ്റും ഒക്കെ നമ്മുടെ ഒരു ഭാഗമാണ്. അറ്റ്ലീസ്റ്റ് ക്വാളിറ്റേറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള അടിയാണ് നമ്മളെ നാട്ടിൽ നടക്കുന്നത്. അതെ. അതായത് ഇപ്പോൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആളുകൾ അടി ഉണ്ടാക്കുന്നത് നമുക്ക് ഒരു പരിധി വരെ മനസ്സിലാക്കാം. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ജാതിന്റെ പേരിലോ ഒക്കെ അടി ഉണ്ടാവുന്ന സാഹചര്യമെങ്കിലും നമ്മളെ നാട്ടിൽ കുറഞ്ഞില്ലേ? അതെ. ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പം അതെ. കമ്പാരിറ്റീവ്ലി ക്വാളിറ്റേറ്റീവ്ലി ബെറ്റർ അടിയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നമ്മൾ പറയും. അതെ. ഈ അയാളെ പേര് എനിക്ക് മറന്നുപോയി, സത്യനാരായണനാണെന്ന് തോന്നുന്നു. 70 മണിക്കൂർ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? നാരായണമൂർത്തി നാരായണമൂർത്തി. നാരായണമൂർത്തി 70 മണിക്കൂർ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. യാ, അതായത് ഈ നമ്മള് പോഡ്കാസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് കട്ട് ചെയ്തോ? അതെ. അതിൽപ്പെട്ട ഒരാളാണ് ഈ നാരായണമൂർത്തി എന്ന് പറയുന്ന ചങ്ങാതി. നാരായണമൂർത്തി 70 മണിക്കൂർ ജോലി ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഒരൊറ്റ കണക്ക് മാത്രം നോക്കിയാൽ മതി. ഇൻഫോസിസിൽ ഇന്നൊരു ഫ്രഷറുടെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് ഏകദേശം 3 ലക്ഷം 3.5 ലക്ഷം ഒക്കെയാണ് ഇൻഫോസിസിന്റെ സ്റ്റാർട്ടിംഗ് ഫ്രഷർ സാലറി. ഏകദേശം 20 കൊല്ലം മുമ്പേ എൻ്റെ കസിൻ ഇൻഫോസിസിൽ ജോലി കിട്ടുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് സാലറിയും ഏകദേശം ഇതേ സംഖ്യ തന്നെയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എവിടെയാണ് ഈ 70 മണിക്കൂർ ജോലി ചെയ്യുന്നവരുടെ ഔട്ട്പുട്ട്, അതിന്റെ ലാഭം ആർക്കാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അതെ, ഇനി ഒരു ഇൻസെന്റീവ് ഇല്ല. വേറൊരു കാര്യം കൂടി ആലോചിച്ചാൽ മതി. നാരായണമൂർത്തിയുടെ ഇന്ത്യയിലെ ഏറ്റവും യങ്ങസ്റ്റ് മില്യനെയർ നാരായണമൂർത്തിയുടെ ഗ്രാൻഡ് സൺ ആണ്. ആ കുട്ടിക്ക് ഏകദേശം എത്ര മന്ത്സ്, എന്തോ 4 മാസം 5 മാസം അങ്ങനെ എന്തോ ചെറിയ പ്രായം മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെ യങ്ങസ്റ്റ് മില്യനെയർ ആണ് ആ കുട്ടി. എത്ര 70 മണിക്കൂർ ജോലി ചെയ്തിട്ടാണോ മില്യനെയർ ആയത്? അതെ. ഒന്നുമല്ല. നാരായണമൂർത്തി കുറച്ച് ഷെയർ അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു, അതിന്റെ ഡിവിഡൻഡ് കൊണ്ടാണ് ആ കുട്ടി മില്യനെയർ ആവുന്നത്.
അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന പോലത്തെ ബില്യനെയർ രാജ് ഉണ്ടാവാനുള്ള കാരണം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് മൊത്തം ലോകത്ത്. ഹിസ്റ്റോറിക്കലി ടാക്സ് റേറ്റുകൾ കുറഞ്ഞു. പല ഉം. രീതിയിൽ ഗവൺമെന്റ് സഹായത്തോടെ ടാക്സ് റേറ്റുകൾ, ബില്യനെയർ ടാക്സ് റേറ്റുകൾ കുറഞ്ഞു. നിങ്ങൾ സാധാരണക്കാരെ ടാക്സ് റേറ്റുകൾ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. മിഡിൽ ക്ലാസ് ആയാലും അതിന് താഴെയുള്ള ആളുകളായാലും ഒക്കെ നമ്മളെ ടാക്സ് അതെ അതെ. ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ബില്യനെയർ ടാക്സ് റേറ്റുകൾ കുറഞ്ഞു. പല തരത്തിലുള്ള വെൽത്ത് ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറഞ്ഞു. ഈ ഒരു പൊളിറ്റിക്കൽ ഇക്കോണമിയിലാണ് ഇത്രമാത്രം സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന അവസ്ഥ ഉണ്ടായത്. അപ്പം ഇനി അതിന്റെ മേലെ ഇരിക്കുന്നവർക്ക് ഇനിയും കുമിഞ്ഞു കൂടണം എന്ന് ആഗ്രഹം വരുമ്പോഴാണ് നിങ്ങൾ 70 മണിക്കൂർ ജോലി ചെയ്യണം, 90 മണിക്കൂർ ജോലി ചെയ്യണം, സൺഡേ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ്, ഭാര്യനെ നോക്കി ഇരിക്കാനാണോ എന്നൊക്കെ ചോദിക്കുന്ന ഇൻസെൻസിറ്റിവിറ്റി പുറത്തേക്ക് വരുന്നത്. അതെ, അപ്പൊ ഈ ശുദ്ധ വിഡിത്തം. ഇൻസെൻസിറ്റിവിറ്റിക്ക് നമുക്ക് ഒരൊറ്റ പ്രതികരണം മാത്രമേ കൊടുക്കാറുള്ളൂ: യൂണിയനൈസ് ചെയ്യുക, ശക്തി ആർജിക്കുക, ബെറ്റർ റൈറ്റ്സ് ഡിമാൻഡ് ചെയ്യുക. അത് ഓക്കെ. എംപ്ലോയർ അടുത്ത് മാത്രമല്ല, പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ അടുത്ത് ഡിമാൻഡ് ചെയ്യുക, ഗവൺമെന്റുകളുടെ അടുത്തും ഡിമാൻഡ് ചെയ്യുക. ഓക്കെ, മേക്ക് സെൻസ്. ഐ മീൻ, അത് എനിക്ക് തോന്നുന്നത് ഫെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും ഒരു എവ്രി വൺ ഡിസേർവ്സ് റൈറ്റ്സ് എന്നാണല്ലോ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. ഇപ്പോൾ ബില്ലിയനർ രാജിനെ പറ്റി പറഞ്ഞ് ഇലോൺ മസ്കും പറഞ്ഞിട്ടുണ്ട് 120 അവർ. ഇലോൺ മസ്കിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ്, ഇലോൺ മസ്ക് ഭയങ്കര പൊളിറ്റിക്കൽ ആവുന്നതിന് മുമ്പ് സ്പേസ് എക്സ് ആയിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചതും എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിയാൽ ഈ 120 അവർ പറഞ്ഞതും പിന്നെ സുദീപ് ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്ത് ഞാൻ കണ്ട് വളരെ നല്ലൊരു പോയിൻ്റാണ്. ഈ പ്രൊഡക്ടിവിറ്റി മാച്ചോ വലിക്കരിക്കുക എന്നുള്ളത്. ഒരു മെൻ ആവണം, അല്ലെങ്കിൽ യു ഹാവ് ടു വർക്ക് ഹാർഡ്. ഒബ്വിയസ്ലി നമ്മൾ വർക്ക് ചെയ്താലേ നമുക്ക് മെല്ലെ മെല്ലെ, പക്ഷെ ആ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ സൊസൈറ്റിയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു നല്ലതായിട്ടുള്ളൊരു ഫോമാറ്റ്. പക്ഷേ നിങ്ങൾ വർക്ക് ഹാർഡ് ഇഫ് ഇഫ് യു ആർ ഗെറ്റിംഗ് ബെനിഫിറ്റ്. അതെ, എക്സാക്ട്ലി. അത് ആസ് എ വർക്കർ. അതെ അതെ, എക്സാക്ട്ലി. പക്ഷേ ഈ മാച്ച് ഓതാക്കുക എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒരു സമയത്ത് എൻ്റെ തലയിലൊക്കെ ഇത് കയറിയിരുന്നു. എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിരിക്കണം. ഇന്നൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കെന്തോ പോലെ. ഇന്ന് ഞാൻ ഒരു മീറ്റിങ്ങിലുള്ള ഒരു കാര്യം ചെയ്തില്ല, ഇന്നത്തെ ഡേ വേസ്റ്റായി എന്നുള്ള തോട്ട് എങ്ങനെയോ എന്താ പറയുക, തലേൻ്റെ ഉള്ളിൽ കയറി, അൺകോൺഷ്യസ്ലി തലേൻ്റെ ഉള്ളിൽ കയറിയിരുന്നു ഒരു പീരീഡ് ഓഫ് ടൈമിൽ. നമ്മൾ അതില് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രൊഡക്ടിവിറ്റി, ഹൗ വി ഗോയിങ് ടു ഡിഫൈൻ പ്രൊഡക്ടിവിറ്റി, അത് നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമ്മൾ ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുന്നത് ക്യാപിറ്റലിസം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രൊഡക്ടിവിറ്റിയെ കുറിച്ചുള്ള കോൺസെപ്റ്റ് ആണ്. ആ പ്രൊഡക്ടിവിറ്റിയിൽ നിങ്ങളെ വേർത്ത് എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് ഔട്ട്പുട്ട് യു ക്യാൻ ക്രിയേറ്റ് വിത്തിൻ എ ഗിവൺ പോയിന്റ് ഓഫ് ടൈം. അതാണ് നിങ്ങൾ പ്രൊഡക്ടിവിറ്റി. ഓക്കെ, പക്ഷെ ആ പ്രൊഡക്ടിവിറ്റിയെ നമ്മൾ ഇന്റർണലൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ കുറച്ച് സമയം എൻ്റെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോ വെറുതെ ഇരിക്കുന്നു, അല്ലെ ഇപ്പൊ ഞാൻ നിങ്ങളെ കൂടെ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചുമ്മാ ഒരു സിനിമ കണ്ടിരിക്കുന്നു, അല്ലേ ഞാൻ രണ്ടെണ്ണം അടിച്ചിട്ട് ഇരിക്കുന്നു. ഇതൊന്നും നമ്മളെ സംബന്ധിച്ച് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല. അപ്പൊ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പ്രൊഡക്റ്റീവ് അല്ല ഒരു പൊതുവെയുള്ള ഒരു ജനറൽ ഐഡിയയില്. മറിച്ച് നിങ്ങൾ എംപ്ലോയറെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ജോലി എടുക്കുന്നത് പ്രൊഡക്റ്റീവാണ്. അപ്പൊ ആ പ്രൊഡക്ടിവിറ്റിയുടെ ഐഡിയ വരുന്നത് ക്യാപിറ്റലിസത്തിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾ അതിന് ഇന്റർണലൈസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ ഇന്റർണലൈസ് ചെയ്യേണ്ടെന്ന് പറയുമ്പോഴും നമ്മൾ ആ സിസ്റ്റത്തിലാവുമ്പോൾ കുറേയൊക്കെ നമ്മളും അതിൽ ഇന്റർണലൈസ് ചെയ്യപ്പെടും. അപ്പൊ നിരന്തരം നമ്മളുള്ളിൽ നമ്മളൊരു ഫൈറ്റ് നടത്തണം. ഈ നമ്മളോട് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ഫൈറ്റ് നടത്തണം, നമ്മൾ പുറത്തും ഫൈറ്റ് നടത്തണം. അതെ, ഇപ്പം നമ്മൾ ഇന്നത്തെ കൺവെർസേഷനിൽ മൊത്തം പറഞ്ഞത് തൂക്കി നോക്കിയാൽ ഒരു ആൻറ്റി ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ചൊയ ഉണ്ടെന്ന് പറയാം. പക്ഷേ ഇപ്പം എന്താ പറയുക, ഞാനങ്ങനെ ഫുള്ളായിട്ട് ക്യാപിറ്റലിസം തള്ളിപ്പറയില്ല. കാരണം ഞാൻ കുറച്ച് പ്രിവിലേജ്ഡ് ആയിരുന്നു, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ പ്രിവിലേജ്ഡ് ആയിരുന്നു. ആ ക്യാപിറ്റലിസത്തിൻ്റെയും ഗ്ലോബലൈസേഷൻ്റെയും ഒക്കെ ഒരു ഭാഗമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടായതും. ഞാൻ എന്താ പറയുക, ഇപ്പം ലൈഫിൻ്റെ ഒരു സ്റ്റേജിൽ നിൽക്കുന്നതും ഒക്കെ അതുകൊണ്ടാണ്. ക്യാപിറ്റലിസം മോശമാണോ? അതെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ക്യാപിറ്റലിസം മോശമാണെന്ന് പറയുമ്പോൾ നമ്മളിത് ഒറ്റ സിമ്പിൾ ആൻസർ അല്ല മോശമാണെന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് ക്യാപിറ്റലിസം മനുഷ്യന്റെ പുരോഗതിയിലെ ഒരു സ്റ്റെപ്പാണ്. ഓക്കെ. അതായത് ഇപ്പൊ നമ്മൾ ക്യാപിറ്റലിസത്തിന് മുമ്പേ ജീവിച്ച
ലോകക്രമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഫ്യൂഡൽ കാലഘട്ടം അല്ലെങ്കിൽ അടിമത്തം ഇതുപോലുള്ള അരിസ്റ്റോക്രസി. കാലഘട്ടങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതെ അതെന്നൊക്കെ ക്യാപിറ്റലിസത്തിന് ഒരുപാട് ആ, മനുഷ്യരാശിയെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ കാണുന്ന ഈ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസിലും അല്ലെങ്കിൽ ഇന്ന് നമ്മളെ ലോകക്രമത്തിലൊക്കെ ക്യാപിറ്റലിസത്തിന്റെ ഒരു വളർച്ച സ്വാഭാവികമായിട്ടും അതിനെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അതെ. നമ്മളിവിടെ കാണേണ്ട പ്രശ്നം എന്ന് പറഞ്ഞാല് ക്യാപിറ്റലിസം ഈ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ എക്സ്പ്ലോയിറ്റേഷനെ പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. യു ആർ ഗെറ്റിംഗ് മോർ ആൻഡ് മോർ എക്സ്പ്ലോയിറ്റഡ് എവറി ഡേ. അതായത് ഇപ്പൊ ഇപ്പം നമ്മള് ഒരു മിഡിൽ ക്ലാസ്സിലൊക്കെ ജീവിക്കുമ്പോൾ ക്യാപിറ്റലിസത്തിന്റെ കുറെ ഗുണങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇറ്റ്സ് എ ഫെയർ സിസ്റ്റം എന്ന്. പക്ഷേ അതെ അതെ, ഡീപ് ഡൗൺ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഞാൻ ആലോചിക്കുന്ന പറഞ്ഞതും പ്രിവിലേജ്ഡ് ആണെന്ന് പറയാൻ കാരണം. നമ്മൾ ആലോചിക്കുന്ന സമയത്ത് വി മൈറ്റ് നോട്ട് റിയലൈസ് ദ ഫാക്ട് ദാറ്റ് നമ്മളെ ജീവിതത്തിൽ ഇപ്പം നിങ്ങളൊരു ലെറ്റ്സ് സേ ഒരു 60 കൊല്ലം ജീവിക്കുകയാണെങ്കിൽ, ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നിങ്ങളൊരു 60 കൊല്ലം ജീവിക്കുകയാണെങ്കിൽ ഏകദേശം 20 കൊല്ലം നിങ്ങൾ ഉറങ്ങി തീർക്കും അല്ലേ? ഓക്കെ, അതെ. ഏകദേശം 20 കൊല്ലത്തിന്റെ അടുത്ത് നിങ്ങളൊരു എംപ്ലോയർക്ക് വേണ്ടി വർക്ക് ചെയ്യും അല്ലേ? അതിലും പിന്നെ കൂടുതൽ. അതിലും കൂടുതൽ ഒബ്വിയസ്ലി. പിന്നെ നിങ്ങളെ ട്രാവൽ ടൈമും ആ ജോലിയിൽ എത്താനുള്ള സമയത്തും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലും എത്രയോ. പിന്നെ നിങ്ങൾക്ക് അതെ. ജീവിക്കാൻ കിട്ടുന്ന ആകെ വളരെ കുറച്ച് വർഷങ്ങളാണ്. ആ വർഷത്തിൽ തന്നെ നിങ്ങൾ ഓൾഡ് ഏജിലായിരിക്കും മിക്ക ആളുകൾക്കും അത് ലഭിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഓക്കെ. സിസ്റ്റത്തിലാണ് ഈ സോക്കോൾഡ് നമ്മളെ മിഡിൽ ക്ലാസ് പറയുന്ന ആളുകൾ പോലും നമ്മളെ ജീവിതം. അപ്പൊ അതാണ്. ക്യാപിറ്റലിസം മോശമാണെന്ന് ഞാൻ പറയുന്നത് അതൊരു സിമ്പിൾ ആൻസർ അല്ല. ക്യാപിറ്റലിസം ഈസ് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി. പക്ഷെ ആ സ്റ്റേജ് മറികടക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സ്റ്റേജ് ഓക്കെ. മറികടന്നുകൊണ്ട് നമുക്കൊരു ലോകം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുഖങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയുകയും എന്നാൽ നമ്മൾ ഇത്ര എക്സ്പ്ലോയിറ്റഡ് അല്ലാണ്ടാവുകയും ചെയ്യുന്ന ഒരു ലോകത്തിലേക്ക് നമുക്ക് എത്തണം. എന്താണ് അതിന്റെ ആൾട്ടർനേറ്റീവ് ഇൻ ദ ആ ഫ്യൂച്ചർ? ആൾട്ടർനേറ്റീവിന് ഒറ്റ പേര് മാത്രമേ ഉള്ളൂ, സോഷ്യലിസം. സോഷ്യലിസം നമ്മൾ പല മുമ്പ് ആളുകൾ പയറ്റി പറയും ദർ നോക്കിയതല്ലേ. ആർ മെനി ആൾട്ടർനേറ്റീവ്സ് ആൻഡ് ഓൾ എന്നൊക്കെ നമ്മൾ പറയും. ദർ ഇസ് ഓൺലി വൺ ആൾട്ടർനേറ്റീവ്. ഞാൻ വിശ്വസിക്കുന്നത് സോഷ്യലിസം. പക്ഷെ സോഷ്യലിസം പല രാജ്യങ്ങളും പയറ്റി നോക്കിയതല്ലേ. അതില് യെസ്, ഓൾട്ടർനേഷൻ വരുത്തിയിട്ടാണോ ഉദ്ദേശിക്കുന്നത്? പയറ്റി നോക്കിയത് എന്ന് പറയുമ്പം എക്സ്പ്ലെയിൻ. ഐ മീൻ സോവിയറ്റ് യൂണിയൻ ഓൺ ടോപ്പ് ഓഫ് മൈ മൈൻഡ്. യെസ്, യെസ്. അതായത് ഇപ്പൊ നമ്മൾ കാണുന്ന എല്ലാ സാമൂഹ്യ മാറ്റങ്ങളും ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. അല്ല. ഇപ്പൊ നമ്മളിപ്പം ക്യാപിറ്റലിസം എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കും തോന്നുന്നു ഇതാണ് മനുഷ്യന്റെ ഫൈനൽ സ്റ്റേജ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അതെ. ക്യാപിറ്റലിസം ടുക്ക് ലൈക്ക് ത്രൂ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് എടുത്തു ക്യാപിറ്റലിസം ഉണ്ടായി വരാൻ ഓഫ് കോഴ്സ്. അല്ലേ? അപ്പം അത് പറയപ്പെടുന്നത് ബോൾഷെവിക് റെവല്യൂഷൻ നടന്നിട്ട് 72ാമത്തെ ദിവസം ഭയങ്കര ആഘോഷമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വൈ ദി സിഗ്നിഫിക്കൻസ് ഫോർ 72nd ഡേ? അപ്പോൾ 72nd ഡേന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ പാരീസ് കമ്മ്യൂൺ, അതായത് പാരീസിലെ വർക്കേഴ്സ് 19th സെഞ്ചുറിയിൽ അവര് ഏകദേശം 71 ദിവസത്തോളം പാരീസ് നഗരം കൈയടക്കി അവിടെ ഒരു കമ്മ്യൂൺ ഇംപ്ലിമെന്റ് ചെയ്തു. വർക്കേഴ്സിന് റൈറ്റ്സും എല്ലാവർക്കും യൂണിവേഴ്സൽ റാഷനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഫോർ 71 days അവർ അത് സസ്റ്റെയിൻ ചെയ്തു. പിന്നെ മിലിറ്ററി വന്നു, അവരെ ടേക്ക് ഓവർ ചെയ്തു. ഓക്കെ, അപ്പൊ 72ാമത്തെ ദിവസത്തെ സമയത്ത് സോവിയറ്റ് യൂണിയൻ ഭയങ്കര ആഘോഷമായിരുന്നു. കാരണം ഓക്കെ, ഫസ്റ്റിലെ എക്സ്പെരിമെന്റൽ സോഷ്യലിസ്റ്റ് പ്രൊജക്ട് വിജയിച്ചു പാരീസ് എന്ന് പറയാം. കമ്മ്യൂണിനെ ക്രോസ് ചെയ്തു എന്ന്. ആ സംഗതി 72 ദിവസം കഴിഞ്ഞ് പിന്നെ ഏകദേശം 70 വർഷത്തോളം നിലനിന്നു. ഓക്കെ, 70 വർഷത്തോളം സോവിയറ്റ് യൂണിയൻ നിലനിന്നു ലോകത്ത്. അതൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു. ആ എക്സ്പെരിമെന്റ് പിന്നെ കൊളാപ്സ് ആയി. സോവിയറ്റ് യൂണിയൻ വൈ ഇറ്റ്സ് കൊളാപ്സ് നമുക്ക് വേണേ വേറൊരു പോഡ്കാസ്റ്റ് തന്നെ അതെ, ചെയ്യാം. അത് കുറെ സംസാരിക്കാനുണ്ട് അതിനെ പറ്റിയിട്ട്. ഞാനത് ഒരിക്കലും സോഷ്യലിസത്തിന്റെ പരാജയം കൊണ്ട് സോവിയറ്റ് യൂണിയൻ കൊളാപ്സ് ആയി എന്ന് പറയുന്ന ആളല്ല. ദർ ആർ മൾട്ടിപ്പിൾ അതർ റീസൺസ്. അത് നമുക്ക് വേറൊരു ഇതിൽ തന്നെ നമുക്ക് അതെ, ചെയ്യാനുള്ള അത്ര അത് നേരിട്ട് വലിയൊരു കാണുമ്പോൾ ടോപ്പിക്കാണ്. സംസാരിക്കാം. തീർച്ചയായും. പക്ഷെ നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞാൽ അതോടെ നമ്മളെ എന്താ പറയാ, ഈ ക്യാപിറ്റലിസത്തിന്റെ വേറൊരു ടെക്നീക്കാണ് നിങ്ങളെ ഭയങ്കര ഡിസ്റ്റോപ്പിയൻ ആക്കി മാറ്റുക എന്നുള്ളത്. അതായത് ഹോപ്പ് ഉണ്ടാവരുത് നിങ്ങൾക്ക്. ഒരു ബെറ്റർ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയൊക്കെ ഹോപ്പ് ഉണ്ടാവാം ഇൻഡിവിജ്വലി. ഞാൻ നാളെ ബില്യനർ ആവും, അല്ലെങ്കിൽ ഞാൻ നാളെ മറ്റേതാവും മറിച്ചതാവും എന്നൊക്കെയുള്ള ഹോപ്പ് നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ യു ഷുഡ് നെവർ ഹാവ് എ സീരിയസ് സോഷ്യൽ ചേഞ്ച് ആസ് എ ഹോപ്പ് ഇൻ ക്യാപിറ്റലിസം. വൈ? ഇൻഡിവിജ്വലിസ്റ്റിക് ആണെന്നാ പറയുന്നത്.
ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ഹോപ്പിനും ക്യാപിറ്റലിസം ഓക്കെയാണ്. പക്ഷേ സൊസൈറ്റൽ ചേഞ്ചുകൾക്ക് ക്യാപിറ്റലിസം, ഐ മീൻ സിസ്റ്റത്തിനെ മാറ്റുന്ന ചേഞ്ചുകൾക്ക് ക്യാപിറ്റലിസം ഒരിക്കലും നിങ്ങളെ ഹോപ്പ്ഫുൾ ആക്കില്ല. നിങ്ങളോട് എപ്പോഴും ഈ സിനിമകളും എല്ലാ സംഗതികളും ഒക്കെ ഡിസ്റ്റോപ്പിയൻ ഫ്യൂച്ചർ ആയിരിക്കും. അത് ഒരു ട്രാപ്പാണ്. ആ ട്രാപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സോഷ്യൽ ചേഞ്ച് ഉണ്ടാവരുത്. അങ്ങനെ അപ്പൊ നിങ്ങൾ സ്റ്റേറ്റസ് കോ അംഗീകരിച്ചു കഴിയും. അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഓക്കെ. നിങ്ങളിപ്പം ചൈനയെ വലിയൊരു മോഡലായിട്ട് മുന്നോട്ട് വെക്കുന്നു. ഐ മീൻ ചൈനീസ് വികസനത്തിനെ പറ്റി പറയുന്നു. ഇറ്റ്സ് എ സോഷ്യലിസ്റ്റ് വിക്ടറി. അത് ചൈന ക്യാപിറ്റലിസ്റ്റ് പിന്നെ വിക്ടറി അല്ല. ചൈന ഒരു ഹൈബ്രിഡ് ആണെന്ന് ഞാൻ പറയാം. ഒരു സോഷ്യലിസ്റ്റ് ഹൈബ്രിഡ് എന്ന് ക്യാപിറ്റലിസം. പറയുമ്പോൾ നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞാല് ചൈനീസ് പൊളിറ്റ് ബ്യൂറോയ്ക്ക് മുകളിൽ ഒരു തീരുമാനം എടുക്കാൻ അവിടെ ഒരു ബില്യനെയർക്കും സാധിക്കില്ല. അതെ അവിടുത്തെ എത്ര ക്യാപിറ്റൽ നിങ്ങളെ കയ്യിലുണ്ടെങ്കിലും യു കനോട്ട് ബൈപ്പാസ് ചൈനീസ് പൊളിറ്റ് ബ്യൂറോ. അതെ അവര് ചെയ്തതെന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസത്തിനെ അവർ ഉപയോഗിച്ചു. അതെ ബിക്കോസ് വേൾഡ് ഓൾ ടുഗെദർ ഒരു ക്യാപിറ്റലിസ്റ്റ് വേൾഡിലാണ്. മീൻ സോഷ്യലിസത്തിന് സയന്റിഫിക് സോഷ്യലിസ്റ്റ് തിയറികളൊന്നും ക്യാപിറ്റലിസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതേ ഇല്ല എന്ന് പറയുന്നതല്ല. അതേപോലെ അല്ലാതെ ഒരു സ്വിച്ച് ഇടുമ്പം നേരെ ക്യാപിറ്റലിസം മാറി സോഷ്യലിസത്തിലേക്ക് നിങ്ങൾ അതെ എത്തുന്നു നമ്മള് അല്ല പറയും. ഇപ്പൊ പറഞ്ഞ പോലെ ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എവല്യൂഷൻ ആവുന്നതാണ്. അപ്പം എക്കണോമിക് അപ്പം പോളിസീസ് അപ്പൊ ആയാലും ഒക്കെ. അവര് ചെയ്തതെന്ന് പറഞ്ഞാല് അവര് ക്യാപിറ്റലിസത്തിനെ ഉപയോഗിച്ചു അവര്. പക്ഷെ ദേ എൻഷുർഡ് ദാറ്റ് പൊളിറ്റിക്കൽ അതോറിറ്റീന്റെ കൺട്രോളിന്റെ മേലെ ഒന്നും പോവില്ല. ഇപ്പൊ അമേരിക്കയില് എന്താ പറയാ, മസ്കോ അല്ലെങ്കിൽ അങ്ങനെ 5-10 ആളുകൾക്ക് അമേരിക്കൻ പോളിസി തീരുമാനിക്കാവുന്ന പോലെ ബില്യനെയർ ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് ചൈനീസ് പോളിസി ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അതെ മാത്രമല്ല നിങ്ങൾ എത്ര മേലെ പോയി കഴിഞ്ഞാലും അതിന്റെ മേലെ ചൈനീസ് പൊളിറ്റ് ബ്യൂറോ ഉണ്ടാവും. അതെ അപ്പൊ കുറച്ച് അപ്പൊ പേര് പേടി സ്വപ്നമാണത് ചൈനയിൽ ജീവിക്കുന്ന തീർച്ചയായും ആള് വെച്ച് നോക്കുമ്പോ. അതിപ്പോ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നമുക്ക് പേടിയില്ലേ? ആണ് ആണ് ഇന്ത്യയിലാണ്. ഇന്ത്യ ഇന്ത്യ ഡെമോക്രാറ്റിക് കൺട്രിയാണ് നമ്മൾ പറയുന്നു. ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ ചൈനയിൽ ജീവിക്കുന്നതിലും അധികം പേടിക്കേണ്ടി വരും അതെ നിലവിലെ തമാശ സാഹചര്യത്തിൽ. പറഞ്ഞതിന് വെന്യു അടിച്ചു പൊളിക്കുന്ന നാടാണ്. ആ അപ്പം അമേരിക്കയിൽ ഇപ്പം ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താ? അതെ യൂണിവേഴ്സിറ്റിയിൽ അമേരിക്ക പ്രൊട്ടസ്റ്റ് ചെയ്ത ആളുകളെ ഡിപ്പോർട്ട് ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുന്നു. അമേരിക്ക അത് ഒരു വലിയൊരു ഡബിൾ സ്റ്റാൻഡേർഡ് തുറന്നു കാട്ടി, ആ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നുള്ളത്. പക്ഷെ അവിടെ ആളുകൾ ഡബിൾ അത് സ്റ്റാൻഡേർഡ് അതിനെ നോക്കുമ്പോൾ പറയുന്നുണ്ട്. ഡബിൾ സ്റ്റാൻഡേർഡ് നോക്കുമ്പോൾ ഇപ്പൊ സോക്കോൾഡ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ എന്താണ് ഈ അവരുടെ കോളനികളിലൊക്കെ ചെയ്തിട്ടുള്ളത്? അതെ അത്രയൊന്നും ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഒരു തേർഡ് വേൾഡ് രാജ്യം ചെയ്തിട്ടില്ല അവർ എൻറ്റയർ ഹിസ്റ്ററിയിൽ. അപ്പം അതെ അപ്പൊ അപ്പൊ ഈ ജനാധിപത്യത്തിനെ കുറിച്ച് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഏത് തരത്തിലുള്ള ജനാധിപത്യമാണ്? മനുഷ്യർക്ക് ഭക്ഷണം ഇല്ലാത്തടത്ത് ജനാധിപത്യം വന്നു കഴിഞ്ഞാൽ ആ ജനാധിപത്യം നല്ലതാണോ, അല്ലെങ്കിൽ മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണോ ജനാധിപത്യം? അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. അതെ വേറൊരു ലെങ്തി ചർച്ചാണ്. എന്തായാലും സുദീപിനെ ഞാൻ ഇന്നത്തേക്ക് വിടാം. ഇപ്പോൾ എവിടെയാണ് ആൾക്കാർക്ക് സുദീപിന്റെ കണ്ടന്റ് കാണാൻ പറ്റുക? അപ്പോൾ ആർട്ടിക്കിൾസ്, പിന്നെ അതേപോലെ ഇൻസ്റ്റാഗ്രാം ഒക്കെ. എനിക്കൊരു ലിങ്ക് ട്രീ ഉണ്ട്. ആ ലിങ്ക് ട്രീയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വർക്കുകളും അവിടെ ഞാനിപ്പം ഒരു ഡോക്യുമെന്റ് ചെയ്ത് വെക്കാറുണ്ട്. ഓക്കെ ലിങ്ക് ട്രീ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ഷെയർ ചെയ്യും. ഓക്കെ ഓക്കെ അപ്പോൾ അഗെയിൻ താങ്ക് യു ഫോർ യുവർ ടൈം. നമുക്ക് താങ്ക് യു സോ മച്ച്. വീണ്ടും ഇരിക്കാം. തീർച്ചയായും തീർച്ചയായും. യെസ് ഓക്കെ ദെൻ ഓക്കെ ബൈ ഓക്കെ. ബൈ.